ഹായ് എവരിവൺ. അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അവസാനം നടന്ന RRB NTPC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ആൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വസ്തുതകളുമാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ NTPC നമ്മൾ എടുക്കുന്ന സമയത്ത് ആൻഷ്യൻറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ മൂന്നായിട്ടാണ് പഠിക്കാറുള്ളത്. ആൻഷ്യന്റ് ഇന്ത്യ അല്ലെ, പുരാതന ഇന്ത്യ ഉണ്ട്. അതുപോലെ തന്നെ മെഡീവൽ ഇന്ത്യ അല്ലെ, മധ്യകാല ഇന്ത്യയെ പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പിന്നെ മോഡേൺ ഇന്ത്യയെ പറ്റി, ആധുനിക ഇന്ത്യൻ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതിൽ ഈ ആദ്യം നമ്മൾ ഏറ്റവും പൗരാണികമായ ചരിത്രത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യ അല്ലെങ്കിൽ ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ആ ഭാഗത്ത് നിന്നും ഏകദേശം 60ഓളം ചോദ്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ RRB NTPC പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ ചോദ്യവും പറയുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും, ആ ചോദ്യം ഇനി എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മാറ്റി മറിച്ചൊക്കെ ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഓരോ ചോദ്യവും പറയുമ്പോൾ എത്രത്തോളം എക്സ്ട്രാ ഫാക്റ്റുകൾ എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള പോയിന്റുകൾ എത്രത്തോളം എനിക്ക് പറയാൻ പറ്റുമോ അത്രത്തോളം പോയിന്റുകൾ പറഞ്ഞിട്ടുള്ള ഒരു സെഷനാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ 60 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരും ഇതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഞാൻ ഉറപ്പ് തരാം, ഈ ഒരു ക്ലാസ് നിങ്ങൾ മുഴുവൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു 500 ഫാക്റ്റ് എങ്കിലും ഈ ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള, ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 500 ചോദ്യങ്ങളെങ്കിലും എന്ത് ചെയ്യും, നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കും എന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസിൽ തന്നെ എന്ത് ചെയ്യുകയാണ്, ഞാൻ ഈ ക്ലാസ്സിലേക്ക് നിങ്ങളെവരെയും ക്ഷണിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് സൗകര്യത്തിനാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഷ്യന്റ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുള്ള ചോദ്യങ്ങൾ അതേ ഒരു ക്രോണോളജിയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്രോണോളജി എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായ ടൈം ലൈൻ, സ്റ്റോൺ ഏജ്, അത് കഴിഞ്ഞ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, അങ്ങനെ 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 ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എങ്ങനെയാണോ, ഏത് കാലയളവിലാണോ, ഏത് കാലഘട്ടങ്ങളിലൂടെയാണോ ഇങ്ങനെ ഓരോന്ന് കഴിഞ്ഞ് സംഭവിച്ചു പോയത്, അതേ ക്രോണോളജിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ എന്തായിരിക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനിയും ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എങ്ങോട്ട് പോവാം, നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സ്റ്റോണേജ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്നിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം സ്റ്റോണേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിലായുഗം അല്ലേ, മനുഷ്യന് കല്ലല്ലാതെ വേറെ ഒന്നും ഇല്ലാതിരുന്ന, കല്ല് കൊണ്ട് മനുഷ്യൻ എല്ലാ രീതിയിലും കല്ലുകൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ശിലായുഗം അല്ലെങ്കിൽ സ്റ്റോണേജ് എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിലെ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാം, പോയിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ് മക്കളെ, വാട്ട് ഈസ് മെൻ ബൈ എപ്പിഗ്രഫി? പലപ്പോഴും ഞാനിത് പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കുകൾ, കേരള PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ SCRT ടെക്സ്റ്റ് ബുക്കുകളിലെ കോളംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവരും പറഞ്ഞ് കേൾക്കാറുണ്ട്. അതേപോലെ ഞാൻ പറയാറുള്ളതാണ്, നിങ്ങൾ SSC RRB പരീക്ഷയ്ക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്കുകളിലെ കോളംസ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് ഒരു കോളമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന എപ്പിഗ്രഫി എന്ന് പറയുന്നത്. ചോദ്യം ഇത്രയേ ഉള്ളൂ, വാട്ട് ഈസ് മെൻ ബൈ എപ്പിഗ്രഫി? എന്തിനോ പറ്റിയുള്ള പഠനമാണ്. ബിക്കോസ് 4 ഓപ്ഷൻസും എന്ത് തന്നെയാണ്, പഠനമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സ്റ്റഡി ഓഫ് കോയിൻസ് എപ്പിഗ്രഫി ആണോ? അല്ല. അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ദേ ഞാൻ പറയുന്നു, ഇതും മറ്റൊരു ചോദ്യമാണ്. സ്റ്റഡി ഓഫ് കോയിൻസ്, പഴയകാല നാണയങ്ങളെ പറ്റിയൊക്കെയുള്ള പഠനത്തെ, പഴയകാല കറൻസിയെ പറ്റിയുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂമിസ്മാറ്റിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിന്റെ പേര് എന്തല്ല, എപ്പിഗ്രഫി എന്നല്ല. രണ്ടാമതായി കൊടുത്തിരിക്കുന്നത് സ്റ്റഡി ഓഫ് സ്കെൽട്ടൻസ് ആണ്. ഇത് കുറച്ചും കൂടി ഒരു ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിരിക്കലും എല്ലുകളെ പറ്റിയിട്ടുള്ള പഠനം അല്ലെങ്കിൽ അസ്ഥികൂടങ്ങളെ പറ്റിയിട്ടുള്ള പഠനം, നമ്മുടെ ശരീരത്തിലുള്ള ബോൺസിനെ പറ്റിയിട്ടുള്ള പഠനം, അതറിയപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? അതറിയപ്പെടുന്നത് ഓസ്റ്റിയോളജി എന്നാണ്. മക്കൾ ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എല്ലിനെ പറ്റിയിട്ടുള്ള പഠനം എന്താണ്, ഓസ്റ്റിയോളജിയാണ്. നമ്മൾ ആലോചിക്കില്ല, കാരണം നമ്മൾ എല്ലിന്റെ സ്പെഷ്യലിസ്റ്റ് നമ്മൾ ഓർത്തോപീഡീഷ്യൻ എന്നാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ ഒരു ഓർത്തോപീഡിഷ്യോളജി എന്നൊക്കെ നമ്മൾ സ്വന്തമായിട്ട് വാക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാധനം ഇല്ല. എങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്, ഈ എല്ലുകളെ പറ്റിയിട്ടുള്ള പഠനത്തെ നമ്മൾ ഓസ്റ്റിയോളജി എന്നാണ് പറയാറുള്ളത്. ഇനി സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ്, എഴുത്തുകളെ പറ്റിയിട്ടുള്ളത്. ഈ ഇൻസ്ക്രിപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പേപ്പറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ രാജാക്കന്മാരൊക്കെ എന്താ ചെയ്യുക, അവരുടെ കാര്യങ്ങളൊക്കെ കൊത്തിവെക്കുന്നത് കല്ലിലും അതുപോലെ തന്നെ വലിയ വലിയ ശിലകൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെയാണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം കൊത്തിവെക്കുക. അങ്ങനെ ഹാർഡ് ആയിട്ടുള്ള സർഫേസുകളിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള, അതായത് പ്രധാനമായത് പണ്ട് കാലത്താണല്ലോ ചെയ്യുക, ഇപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ അത്തരത്തിൽ പണ്ട് കാലത്ത് ഹാർഡായ സർഫസിൽ എഴുതി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പഠനമാണ് ഇതെന്ന് പറയുന്നത് ഈ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇത്തരത്തിൽ ഹാർഡായ സർഫസിൽ കൊത്തിവെച്ചതിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എപ്പിഗ്രഫി എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. NCERTയിലെ പെട്ടിയാണ്, ഞാൻ വീണ്ടും പറയുന്നു. ഒരുപാട് വട്ടം എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഓൾറെഡി ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് എന്താണ്, എപ്പിഗ്രഫിയാണ്. ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്നാൽ ഒരാളൂടെ ബാക്കിയുണ്ട്, സ്റ്റഡി ഓഫ് മാപ്സ്, മാപ്സിനെ പറ്റിയിട്ടുള്ള പഠനം.
മാപ്സിനെ പറ്റിയിട്ടുള്ള പഠനം കാർട്ടോഗ്രഫി എന്നും, മാപ്പുകളൊക്കെ ഇങ്ങനെ വരയ്ക്കുന്ന ആൾ അല്ലെങ്കിൽ ഇത് ഡിസൈൻ ചെയ്യുന്ന ആളെ നമ്മൾ എന്തും പറയുന്നു? നമ്മൾ കാർട്ടോഗ്രഫർ എന്നും പറയുന്നു. എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒന്നെടുത്താൽ 4 ഫ്രീ ആണ്. ഒരു ചോദ്യത്തിനോടൊപ്പം 4 ചോദ്യം കിട്ടിയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ ഞാൻ പറയാം. സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്? എപ്പിഗ്രഫി എന്ന് പറയുന്നത്. നാണയങ്ങളെ പറ്റിയിട്ടുള്ള പഠനം ന്യൂമിസ്മാറ്റിക്സ് എന്നറിയപ്പെടുന്നു. സ്കെൽട്ടൻസ് അല്ലെങ്കിൽ ബോൺസ് എന്നൊന്നും ചോദിക്കാറുണ്ട് കേട്ടോ. എല്ലിനെ പറ്റിയിട്ടുള്ള പഠനം ഓസ്റ്റിയോളജി എന്നറിയപ്പെടുന്നു. മാപ്സിനെ പറ്റിയിട്ടുള്ള പഠനം എന്തും അറിയപ്പെടുന്നു? കാർട്ടോഗ്രഫി എന്നും അറിയപ്പെടുന്നു എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അത് ചെയ്യുന്ന ആൾ എങ്ങനെയും അറിയപ്പെടും? കാർട്ടോഗ്രഫർ എന്നും എന്ത് ചെയ്യും? അറിയപ്പെടുന്നത് മനസ്സിലാക്കുക. ഒരു ചോദ്യം കിട്ടിയില്ലേ? അടുത്തിലോട്ട് പോട്ടെ. ഇന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ, ക്രോണോളജി എന്നുള്ള വാക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് സിവിലൈസേഷൻ. താഴെ തന്നിട്ടുള്ളതിൽ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, മനുഷ്യന്റെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എടുക്കുന്ന സമയത്ത് മനുഷ്യന്റെ ആക്ടിവിറ്റീസും മനുഷ്യന്റെ സിവിലൈസേഷനൊക്കെ വന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള ക്രോണോളജിക്കൽ സീക്വൻസ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ലിത്തിക് പീരീഡുകളാണ് തന്നേക്കുന്നത്. നമുക്കറിയാം ഈ ലിത്തിക് എന്ന് പറയുന്ന വാക്ക് വരുന്ന എന്തിൽ നിന്നാണ്? നമ്മളിപ്പം വളരെ കോമൺ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഈ ലിത്തിക് ഏജ് എന്നുള്ളതിന്റെ മറ്റൊരു വാക്ക് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന സ്റ്റോൺ ഏജ്, അല്ലെങ്കിൽ അതിന്റെ മലയാളമാണ് എന്തെന്ന് പറയുന്നത്? ശിലായുഗം എന്ന് പറയുന്നത്. ശില എന്ന് വെച്ചാൽ എന്താണ്? കല്ലാണ് അല്ലേ? അപ്പോൾ ഇത് മൂന്നും എന്താണ്? ഒന്നാണ്. ഇനി ഈ ലിത്തിക് ഏജിനെ, ഈ സ്റ്റോൺ ഏജിനെ, ഈ ശിലായുഗത്തിനെ ആ ഓരോരോ കാലഘട്ടത്തിൽ മനുഷ്യന്മാർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ പല പല ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന ആ ഓർഡർ ഏതാണ്? അങ്ങനെ കൃത്യമായിട്ടുള്ള ഓർഡർ ഏതാണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് എന്താണെന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഏറ്റവും ആദ്യം വരുന്നത് ഏതാണ്? പാലിയോലിത്തിക് ആണ് ആദ്യം വരേണ്ടത്. നോക്കിയേ, ഓപ്ഷനിൽ നോക്കിയേ. പാലിയോലിത്തിക് ആദ്യം വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ബാക്കി നോക്കേണ്ട കാര്യം പോലുമില്ല. നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? രണ്ടാമത്തേതാണ് നമുക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ പോരാ. നമ്മൾ എക്സാമിന് പഠിക്കേണ്ട ഇനി ഒരു പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റ് എന്നായിരിക്കും ചോദ്യം വരിക. അതുകൊണ്ട് തന്നെ ആദ്യം വരുന്നത് പാലിയോലിത്തിക് ആണ്, രണ്ടാമത് വരുന്നത് മീസോലിത്തിക് ആണ്, മൂന്നാമത് വരുന്നത് നിയോലിത്തിക് ആണ് എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഒന്നുകൂടെ ഞാൻ എളുപ്പമാക്കി തരാം. ഈ പാലിയോലിത്തിക് പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലിയോ എന്ന് പറയുന്ന വാക്കിനർത്ഥം ഓൾഡ് എന്നാണ്. അപ്പോൾ ഏറ്റവും പഴയ ലിത്തിക് പീരീഡ് അല്ലെങ്കിൽ ഏറ്റവും പഴയ ലിത്തിക് ഏജ് എന്നുള്ള കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? പാലിയോലിത്തിക് ആദ്യം പറയുന്നത്. രണ്ടാമത്തേതാണ് ഏതെന്ന് പറയുന്നത്? മീസോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. ഈ മീസോലിത്തിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ളത് ലേറ്റ് സ്റ്റോൺ ഏജ് എന്നാണ് പൊതുവെ എന്ത് ചെയ്യാറുള്ളത്? പറയാറുള്ളത്. ലേറ്റ് സ്റ്റോൺ ഏജ് എന്നാണ് എന്ത് ചെയ്യാറുള്ളത്? നമ്മൾ മീസോലിത്തിക് പീരീഡിനെ പറയാറുള്ളത്. നിയോലിത്തിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ സ്റ്റോൺ ഏജ് ആണ്. അത് കുറച്ചും കൂടെ എന്താ പറയുക, പേരുകൾ തമ്മിലുള്ള പ്രൊണൗൺസിയേഷനിൽ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. സോ നിയോലിത്തിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ന്യൂ സ്റ്റോൺ ഏജ് ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പോൾ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തന്നു. പാലിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് സ്റ്റോൺ ഏജ്, മീസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേറ്റ് സ്റ്റോൺ ഏജ്, അതുപോലെ തന്നെ നിയോലിത്തിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ന്യൂ സ്റ്റോൺ ഏജ്, നവീന ശിലായുഗം എന്നും എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പോൾ കറക്റ്റ് ഓർഡർ കിട്ടി. പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്, ചാൽക്കോലിത്തിക്, അങ്ങനെ അങ്ങോട്ട് പോകും. ഞാൻ അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. എന്തായാലും തൽക്കാലത്തിന് മനസ്സിലാക്കുക. പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് ആണ് എന്തെന്ന് പറയുന്നത്? ആദ്യത്തെ 3 നമ്മുടെ സ്റ്റോൺ ഏജ് എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ? എന്താ പിടിച്ചോ അടുത്ത ചോദ്യം. റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ഭിംബേത്ക ഈസ് ഫേമസ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഭിംബേത്കയിലെ റോക്ക് ഷെൽട്ടറുകൾ എന്തിന് ഫേമസ് ആണ്? ഈ ചോദ്യം ഇല്ലാത്ത ഒരു RRB പരീക്ഷയുടെ, SSC പരീക്ഷയുടെ ഷിഫ്റ്റ് അത്ര പെട്ടെന്നൊന്നും കടന്നു പോകാറില്ല എന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ഈ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ ഭിംബേത്ക കേവിനെ പറ്റിയൊരു ചോദ്യമില്ലാതെ, ഈ ഭിംബേത്ക കേവ് എന്ന് പറയുന്നത് ഒരു ഗുഹ സമുച്ചയമാണ്. അതിനകത്ത് ഏകദേശം 600ഓളം ഗുഹകൾ ഉണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയപ്പെടുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത് ഈ ഭിംബേത്ക കേവ്സ് ഇന്ത്യയിൽ നിന്ന് ഏത് സംസ്ഥാനത്തിലാണെന്നുള്ളതാണ്. അത് ആദ്യം നോട്ട് ചെയ്തേക്കുക. ഈ ഭിംബേത്ക കേവ്സ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് മധ്യപ്രദേശിലാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഞാൻ വെരിയുടെ എണ്ണം വേണമെന്ന് വെച്ച് കൂട്ടിയതല്ല, അത്രയും എന്താണ് വേണമെന്ന് വെച്ച് തന്നെ കൂട്ടിയതാണ്. അത്രയും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും വട്ടം എന്ത് ചെയ്യാറുണ്ട്? ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലാണ് എന്തുള്ളത്? ഈ പറയുന്ന ഭിംബേത്ക കേവ്സ് ഉള്ളത്. ഇനി അവിടെ എന്താ ഉള്ളത്? എന്തിനു വേണ്ടിയാണ് അത് ഫേമസ് ആയിരിക്കുന്നത് ചോദിച്ചേക്കുന്നത്? ട്രേസസ് ഓഫ് ദ സ്കൾപ്ചർ ഓഫ് ദ മുഗൾസ് അല്ല. ട്രേസസ് ഓഫ് പെയിന്റിങ്സ് ഡ്യൂറിംഗ് ദ മൗര്യ ഡൈനാസ്റ്റി അല്ല. ട്രേസസ് ഓഫ് ദ ഏർലി ദ്രാവിഡിയൻ പീരീഡ് അല്ല. അവിടെ എന്താണുള്ളത്? ഏർലിയസ്റ്റ് ട്രേസസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഓൺ ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ മനുഷ്യന്മാരുടെ ഏറ്റവും പഴക്കം ചെന്ന അവരവിടെ ജീവിച്ചിരുന്നതിന് തെളിവുകൾ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണിതെന്ന് പറയുന്നത് ഈ പറയുന്ന ഭിംബേത്ക കേവ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പാലിയോലിത്തിക് കാലത്ത് തന്നെ പെയിന്റിങ്ങുകൾ ഉണ്ട്, മീസോലിത്തിക് കാലത്തിന്റെ പെയിന്റിങ്ങുകളും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ആനയുടെ പടമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു മൃഗത്തിന്റെ മേലൊരു മനുഷ്യൻ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേട്ടയാടാൻ പോകുന്നതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ മരങ്ങളുണ്ട്, മൃഗങ്ങളുണ്ട്, അവർ ഡാൻസ് കളിക്കുന്നുണ്ട്, ഈ പറയുന്ന പോലെ മൃഗങ്ങളുടെ മേലെ റൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മനുഷ്യന്റെ അന്നത്തെ കാലത്തെ ജീവിതത്തിന്റെ വേരിയസ് ഇൻസ്റ്റൻസസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അന്ന് ഈ കളറുകൾ ഉണ്ടാക്കാനായിട്ട്, ഇതിപ്പോൾ കളർ നിങ്ങൾക്ക് അറിയുന്നില്ല, പക്ഷെ ഇത്തരത്തിലുള്ള പെയിന്റിങ്ങുകളുടെ കളറുകൾ ഉണ്ടാക്കാനായിട്ട് അവർ വെള്ളവും
മൃഗത്തിന്റെ കൊഴുപ്പ്, മുട്ടയുടെ വെള്ളയൊക്കെ ചേർത്തിട്ടാണ് മഷികൾ ഉണ്ടാക്കിയിരുന്നത്, അതിനുള്ള ഇങ്ക് ഉണ്ടാക്കിയിരുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നീടുള്ള പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏർലിയസ്റ്റ് ട്രേസസ് ഓഫ് ഹ്യൂമൻ ലൈഫാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ പറയുന്ന മധ്യപ്രദേശിലെ ഭിംബേത്ക കേസിൽ നിന്നും കണ്ടുപിടിച്ചിരിക്കുന്നത്. 2 പോയിന്റുകളൂടെ ഭിംബേത്ക കേസിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. ഈ ഭിംബേത്ക കേസ് കണ്ടുപിടിക്കുന്നത് 1957, 58 കാലഘട്ടത്തിൽ വി.എസ്. വക്കാങ്കർ എന്ന് പറയുന്ന ചരിത്രകാരനാണ് എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. രണ്ടും ഇന്ത്യക്കാരൻ്റെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഭിംബേത്ക കേസ് ഞാൻ പോയിന്റുകൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ഭിംബേത്ക കേസ് എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണുള്ളത്. ആദ്യമായിട്ട് ഓർക്കേണ്ടുന്ന പോയിന്റ്. എന്തിനാണത് പ്രശസ്തമാവുന്നത്? മനുഷ്യന്റെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏറ്റവും ഓൾഡസ്റ്റ് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു വിശ്വസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പാലിയോലിത്തിക്കും മീസോലിത്തിക് പെയിന്റിങ്സും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭിംബേത്ക കേസിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. 1957, 58 കാലഘട്ടത്തിലാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. അതിനു മുമ്പ് ജനിച്ചിരുന്നെങ്കിൽ ഇതൊന്നും പഠിക്കണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മളത് പഠിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. എന്തായാലും 57, 58 കാലഘട്ടത്തിൽ വി.എസ്. വക്കാങ്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഭിംബേത്ക കേസും അതിന്റെ പ്രാധാന്യവും കണ്ടുപിടിക്കുന്നതെന്നും കൂടെ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. 4 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ചാൽ എന്ത് ചെയ്യുക, പഠിക്കുക. സെറ്റല്ലേ? ഇതാ പിടിച്ചോ അടുത്ത ചോദ്യം. വേർ ഇൻ ഇന്ത്യ വുഡ് യു ഫൈൻഡ് റോക്ക് പെയിന്റിങ്സ് ഡേറ്റിംഗ് ബാക്ക് ടു ദ സ്റ്റോൺ ഏജ്? ഏത് കേവിലാണ് നിങ്ങൾ സ്റ്റോൺ ഏജിലെ കാലഘട്ടത്തിലുള്ള, ശിലായുഗത്തിന്റെ കാലഘട്ടത്തിലുള്ള റോക്ക് പെയിന്റിങ്സ് കാണാൻ ചോദിച്ചിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ, അത് എലിഫന്റ കേവ്സിലോ നളന്ദ കേവ്സിലോ ബാഗ് കേവ്സിലോ അല്ല, അത് കാണാൻ പറ്റുന്നത് എവിടെയാണ്? ഭിംബേത്ക കേസിലാണ്. കഴിഞ്ഞ NTPCക്ക് തന്നെ രണ്ടാമത്തെ ചോദ്യമാണ് ഭിംബേത്ക കേസിനെ പറ്റിയിട്ട്. മനസ്സിലായോ എത്രമാത്രം ഇത് ഇമ്പോർട്ടന്റ് ആണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വെറുതെ അല്ല. എല്ലാ RRB SSC പരീക്ഷയ്ക്കും എന്ത് ചെയ്യാറുണ്ട്, ഭിംബേത്ക കേസിനെ പറ്റി ഒരു ചോദ്യമെങ്കിലും ഉണ്ടാവാറുണ്ടെന്ന് എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. 1-2 കാര്യങ്ങളോട് ഞാൻ ഒപ്പം പറഞ്ഞോട്ടെ. ഈ എലിഫന്റ കേവ്സ് നന്നായി ചോദിക്കാറുള്ളതാണ്. എലിഫന്റ കേവ്സ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാരാഷ്ട്രയിലാണ് ഈ പറയുന്ന എലിഫന്റ കേവ്സ് ഉള്ളത് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നളന്ദ കേവ്സ് അല്ല, എൻ്റെ ഒരു നളന്ദ യൂണിവേഴ്സിറ്റിയാണ്. അതെവിടെയാണുള്ളത്? നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ റിമൈനിങ്സ്, അതായത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ ഇപ്പോൾ ബാക്കിയുള്ളത് ഏത് സംസ്ഥാനത്താണുള്ളതെന്ന് ചോദിക്കാറുണ്ട്. നളന്ദ യൂണിവേഴ്സിറ്റി ഉള്ളത് എവിടെയാണ്? ബീഹാറിലാണെന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെയാണ് ഈ ബാഗ് കേവുകൾ എന്ന് പറയുന്നത്. ഈ ബാഗ് കേവുകൾ പ്രശസ്തമാവുന്നത് അന്നത്തെ കാലത്തെ ഗുപ്തന്മാരുടെ കലാരൂപങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തു എന്നുകൊണ്ടാണ്. ഗുപ്ത ആർട്ടിന് പ്രശസ്തമായ ഒരു കേവാണ് ഇതെന്ന് പറയുന്നത്, ബാഗ് കേവ് എന്ന് പറയുന്നത്. ഈ ബാഗ് കേവ് ഉള്ളത് എവിടെയാണ്? ഈ ബാഗ് കേവ് ഉള്ളത് ഗ്വാളിയോറിലാണ്. ദാറ്റ് മീൻസ് ഇത് എവിടെ തന്നെയുള്ളത്? മധ്യപ്രദേശിൽ തന്നെയുള്ളത് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഭിംബേത്ക കേസ് എന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ ബാഗ് കേവുകൾ എന്ന് ചോദിച്ചാലും രണ്ടും ബിയിലാണെന്ന് വല്ല നിങ്ങൾ ഓർത്ത് വെച്ചോ. എവിടെയാണുള്ളത്? മധ്യപ്രദേശിലാണ്, ഗ്വാളിയോറിലാണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഓർക്കേണ്ടത്? സ്റ്റോൺ ഏജിന്റെ കാലം തൊട്ടേയുള്ള റോക്ക് പെയിന്റിങ്സ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകണം? മധ്യപ്രദേശിൽ പോകണം. മധ്യപ്രദേശിൽ ഭിംബേത്ക കേവ്സിലാണ് അതുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് എലിഫന്റ കേവ്സ് ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. നളന്ദ യൂണിവേഴ്സിറ്റി നമുക്കിപ്പോൾ കാണാൻ കഴിയുക ബീഹാറിലാണ്. ബാഗ് കേവുകൾ ഗുപ്ത ആർട്ടിന് പ്രശസ്തമായിട്ടുള്ളതാണ്, ഗ്വാളിയോറിലാണ്, മധ്യപ്രദേശിലാണെന്നും കൂടി എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഒത്തുവയ്ക്കുക. സെറ്റല്ലേ? എന്നാൽ പിടിച്ചോ അടുത്ത ചോദ്യം. വെൻ വേർ ദ കേവ്സ് ഓഫ് ഭിംബേത്ക ഡിസ്കവേർഡ്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ചോദ്യമായിട്ട് ഭിംബേത്ക കേസിനെ പറ്റി എത്രാമത്തെ ചോദ്യമാണ് നിങ്ങൾക്ക് ആലോചിക്കാം. 1957, 58 കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഭിംബേത്ക കേസ് വി.എസ്. വക്കാങ്കർ കണ്ടുപിടിച്ചതെന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് എവിടെ നിന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്? സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും കഴിഞ്ഞ RRB NTPCയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഒന്നായിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്കിനി നോക്കാനുള്ളത്. പോവാലോ? ആദ്യത്തെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ചോദ്യം ഇതാണ്. ദ ഫസ്റ്റ് സൈറ്റ് ഡിസ്കവേർഡ് അറ്റ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ്? സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി കണ്ടുപിടിക്കപ്പെടുന്ന ആദ്യത്തെ സൈറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമെങ്കിൽ ഈ ചോദ്യത്തിന് വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാം. ഒന്നാമത് നിങ്ങൾ ആ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ വളരെ നല്ല, നിങ്ങൾക്ക് നന്നായിട്ട് അറിയും. അല്ലെങ്കിലും ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഡസ് വാലി സിവിലൈസേഷനെ ആദ്യ കാലങ്ങളിൽ നമ്മൾ വിളിച്ചിരുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ നാഗരികത എന്നായിരുന്നു. പിന്നീട് ചരിത്രകാരന്മാർ മനസ്സിലാക്കി ഇത് ഹാരപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ആയിട്ട് പടർന്നു പിടിച്ചു കിടക്കുന്ന വലിയൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇത്. ഈ സിന്ധു നദിയുടെ തീരത്ത് നിലനിന്നിരുന്ന വലിയൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആളുകള് ഈ പറയുന്ന ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്ന് മാറി അതിനെങ്ങനെ വിളിക്കാൻ തുടങ്ങിയത്, സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, വിളിക്കാനായിട്ട് തുടങ്ങിയത്. സോ കഥയുടെ സാരാംശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ച സൈറ്റിന്റെ പേര് ഹാരപ്പ എന്നാണ്. അതുകൊണ്ടാണ് ഇത് എങ്ങനെയും കൂടെ അറിയപ്പെടുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുകൂടി എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ഈ ഹാരപ്പ നമ്മൾ കണ്ടുപിടിക്കുന്ന വർഷം 1921 ആണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടുപിടിച്ച വർഷമായിട്ട് നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ്, 1921 ആണെന്ന് ഓർത്തു വെക്കുക. ഈ ഹാരപ്പ എന്ന് പറയുന്ന സൈറ്റ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ദയാറാം സാനി എന്നാണ്. ഇത് ഞാനൊരു ക്ലാരിഫിക്കേഷനോട് കൂടി തന്നെ പറയണം, ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കും. ഹൂ ഡിസ്കവേർഡ് ദ ഫസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഹാരപ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പറയേണ്ടുന്ന ഉത്തരമാണ് ഇതെന്ന് പറയുന്നത് ദയാറാം സാനി എന്ന് പറയുന്നത്. അതേസമയം ചോദ്യം
ഹൂ ഡിസ്കവേർഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആരുടെ പേര് പറയരുത്? ഈ പറയുന്ന ദയാറാം സാനിയുടെ പേര് പറയരുത്. അപ്പൊ ചിലർക്കെങ്കിലും സംശയം വരാം. അതിപ്പോ എങ്ങനെയാ? അത് ആദ്യത്തെ സൈറ്റ് ഹാരപ്പയല്ലേ? അത് കണ്ടുപിടിച്ച ആളല്ലേ അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾക്കൊരു സംശയം വരാം. പക്ഷെ മക്കളെ, ഈ ദയാറാം സാനി കണ്ടുപിടിക്കുമ്പോൾ ഇത് ഹാരപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലം മാത്രമാണെന്ന് എന്ത് ചെയ്തുള്ളൂ? അദ്ദേഹം ഒന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതേസമയം പിന്നീട് വന്ന ഒരു വ്യക്തിയാണ് ഇതിങ്ങനെ ഒരു സ്ഥലമല്ല, അതൊരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിയുന്നത് ആരാണ്? ആ വ്യക്തിയുടെ പേരിലാണ് എന്തുള്ളത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടുപിടിച്ച ക്രെഡിറ്റ് ഉള്ളത്. ആൻഡ് ഹിസ് നെയിം ഈസ് നൺ അതർ ദാൻ ജോൺ മാർഷൽ. അദ്ദേഹത്തെ പറ്റി കൂടുതൽ ഞാൻ വഴിയെ പറയുന്നുണ്ട്. തൽക്കാലം ഈ ഒരു ക്ലാരിഫിക്കേഷൻ മാത്രം നിങ്ങൾ വരുത്തി വെക്കുക. ഹാരപ്പ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദയാറാം സാനിയും, ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോൺ മാർഷലും ആണെന്നും ഓർത്തു വെക്കുക. ഹാരപ്പയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 1921 കണ്ടുപിടിച്ചു. ദയാറാം സാനി കണ്ടുപിടിച്ചു. രവി നദിയുടെ തീരത്താണ് എന്തുള്ളത്? ഹാരപ്പ ഉള്ളതെന്ന് മനസ്സിലാക്കുക. രവി നദിയുടെ തീരത്താണ് എന്തുള്ളത്? ഹാരപ്പ ഉള്ളത്. ഇതിപ്പോ എവിടെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ പഞ്ചാബിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഹാരപ്പ എന്ന് പറയുന്ന നമ്മുടെ സൈറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നും കൂടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളൊന്നും ഓർക്കുക. എല്ലാം പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായി നമ്മൾ ആദ്യം കണ്ടുപിടിച്ച സൈറ്റാണ് ഹാരപ്പ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിന് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും ഒരു പേരുണ്ടായിരുന്നു. 1921 ഹാരപ്പ കണ്ടുപിടിക്കപ്പെടുന്നത്. ദയാറാം സാനിയാണ് ഇത് കണ്ടുപിടിച്ചത്. രവി നദിയുടെ തീരത്താണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പാകിസ്ഥാനിലെ പഞ്ചാബിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതേസമയം ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടുപിടിച്ചത് ആരാണ്? അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചോദിക്കാറുണ്ട്, ഹൂ കോയിൻഡ് ദ ടേം ഇൻഡസ് വാലി സിവിലൈസേഷൻ? അത് ഞാൻ പറയാൻ മറന്നുപോയി. ആരാണ് സിന്ധു നദീതട സംസ്കാരം എന്ന പദം കോയിൻ ചെയ്ത്? ഹിസ്റ്ററി പഠിച്ചവർക്കറിയാം. കോയിൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആദ്യമായിട്ടൊരു പദം ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പദം ഉപയോഗിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന വാക്കാണ് ഇതെന്ന് പറയുന്നത് കോയിൻ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഹൂ കോയിൻഡ് ദ ടേം ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പറയേണ്ടുന്ന പേരാണ്, അല്ലെങ്കിൽ ഹൂ ഡിസ്കവേർഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടുന്ന പേരാണ് ആരുടെ എന്ന് പറയുന്നത്? ജോൺ മാർഷലിന്റെ പേര് എന്ന് പറയുന്നത്. കേട്ടല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൊക്കേഷൻസ് വാസ് നടരാജ എ സ്റ്റോൺ മെയിൽ ഡാൻസിങ് ഫിഗർ ഡിസ്കവേർഡ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എന്താണ് നടരാജൻ എന്നുള്ളത്, അല്ലെ? ശിവനായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടും ഡാൻസുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടും ഒക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്. ഈ നടരാജ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ മെയിൽ ഡാൻസിങ് ഫിഗർ, കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു പുരുഷന്റെ നൃത്തം ചെയ്യുന്ന ഫിഗർ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഏത് സൈറ്റിൽ നിന്നാണ് കണ്ടുപിടിച്ചത് എന്നാണ് എന്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചത് ലോത്തലിൽ നിന്നോ റംഗ്പൂരിൽ നിന്നോ മോഹൻജദാരോയിൽ നിന്നോ അല്ല. അത് നമ്മൾ കണ്ടുപിടിച്ചത് എവിടെ നിന്നാണ്? ഹാരപ്പയിൽ നിന്നാണ് നമ്മളത് കണ്ടുപിടിച്ചത്. ഹാരപ്പയിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? ഒരു നടരാജ വിഗ്രഹം എന്ത് ചെയ്തിരിക്കുന്നത്? നമുക്ക് കണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. വേറെ എന്തൊക്കെയാ ഹാരപ്പയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഹാരപ്പയിൽ നിന്ന് നമുക്ക് ചെറിയ 6 ഗ്രാനറീസ് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ധാന്യപ്പുരകൾ, ആളുകൾ ധാന്യം സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിച്ചിരുന്ന 6ഓളം ചെറിയ ഗ്രാനറികൾ, ധാന്യപ്പുരകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഹാരപ്പയിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലിംഗത്തിന്റെയും യോനിയുടെയും സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ സിമ്പൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? നമുക്ക് ഹാരപ്പയിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗ്രേവ് യാർഡ്, ഒരു ആളുകളെയൊക്കെ മറവ് ചെയ്തിരുന്ന ഗ്രേവ് യാർഡും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ഹാരപ്പയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒന്നുകൂടിയാണ് ഞാൻ പറഞ്ഞത്, ഒന്നുകൂടെ ഓർത്തു വെക്കുക. എന്താണ്? നടരാജ വിഗ്രഹവും എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ ഹാരപ്പയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇതിലൊരു ചോദ്യം, ലോത്തൽ എന്ന് പറയുന്ന ആളെ ഒന്ന് സ്കെച്ച് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ SSCക്കും RRBക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്ന്, ഈ ലോത്തൽ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്തിലാണ് എന്നുള്ളത്. ഗുജറാത്തിലാണ് ലോത്തൽ വരുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരി ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആളുകൾക്ക് അന്ന് കാലത്തുണ്ടായിരുന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷനും മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷനുമായി ഇവർ ഒരേ കാലത്ത് നിലനിന്നിരുന്ന സംസ്കാരങ്ങളാണ്. അവരുമായിട്ട് എന്തുണ്ടായിരുന്നു? കച്ചവട ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പൊ അന്ന് എന്തിലാ പോവാ? കപ്പലിലാണ് പോവാ, അല്ലെ? അപ്പൊ ഈ കപ്പലുകൾക്ക് വന്നെടുക്കാനായിട്ട് ഒരു കൃത്രിമമായ തുറമുഖം സൃഷ്ടിച്ചിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ലോത്തൽ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ്സ് ഹാവ് ആൻ ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ്? കൃത്രിമമായ തുറമുഖം. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സംസാരിക്കുന്നത് ഏകദേശം 5000 വർഷം മുമ്പുള്ള ചരിത്രമാണ്. ആ കാലഘട്ടത്തിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്? ഒരു തുറമുഖ നഗരം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തുറമുഖ നഗരത്തിന്റെ പേരാണ് ലോത്തല്. അതെവിടെയാണുള്ളത്? ഗുജറാത്തിലാണുള്ളത്. ഓർക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണ് ഇതെന്ന് പറയുന്നത് ഗുജറാത്ത് എന്ന് പറയുന്നത്. സോ ആ ഗുജറാത്തിലാണ് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കടലുമായി ബന്ധപ്പെട്ട തുറമുഖം ഉള്ളതെന്നും കൂടി എന്ത് ചെയ്താൽ മതി? നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ നടരാജ വിഗ്രഹം കണ്ടെത്തിയതും 6 ചെറിയ ഗ്രാനറികൾ കണ്ടെത്തിയതും ലിംഗവും യോനിയും ഗ്രേവ് യാർഡും കണ്ടെത്തിയതും എവിടെ നിന്നാണ്? ഹാരപ്പയിൽ നിന്നാണ്. ലോത്തലുള്ളത് ഗുജറാത്തിലാണ്. ആർട്ടിഫിഷ്യൽ ഡോക്യാർഡ് ഉള്ളത് എവിടെയാണ്? ഈ പറയുന്ന ലോത്തലിലാണ് എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. സെറ്റല്ലേ? ഇന്നാ പിടിച്ചു ഇൻഡസ് വാലി സിവിലൈസേഷനിലെ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാരപ്പൻ സൈറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ?
താഴെ തന്നിട്ടുള്ളതിൽ ഏത് ഹാരപ്പൻ സൈറ്റാണ് ക്രാഫ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടാത്തത്? ഞാൻ തൊട്ട് മുമ്പത്തെ ചോദ്യം പറഞ്ഞപ്പോഴും പറഞ്ഞു നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷനായിട്ടും മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷനുമായിട്ടൊക്കെ കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്താണ് നമ്മളിവിടെ നിന്ന് കയറ്റി അയച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രധാനപ്പെട്ട ഉരുപ്പടി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ക്രാഫ്റ്റുകളായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പലതരത്തിലുള്ള മുത്തുകൾ എന്ത് ചെയ്തിരുന്നു? അന്നത്തെ കാലത്ത് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആളുകൾ ഉണ്ടാക്കിയിരുന്നു. കടലിലെ ചിപ്പിയിൽ നിന്നും അതല്ലാതെ മറ്റു വസ്തുക്കൾ ഉപയോഗിച്ചും മുത്തുകൾ, മാലയിലെ മുത്തുമണികൾ പോലുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്തിരുന്നു? മാല എന്ന് മാത്രമല്ല അത് പലതരത്തിലുള്ള ആഭരണങ്ങൾക്ക് വേണ്ട മുത്തുകൾ എന്ത് ചെയ്തിരുന്നു? അന്ന് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ ബാംഗിൾസ്, വളകൾ നിർമ്മിക്കുന്ന ഫാക്ടറികളുടെ തെളിവുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പല ഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ മുത്തെന്ന് പറഞ്ഞതുപോലെ തന്നെ ഷെല്ല് കട്ട് ചെയ്ത് പല രൂപങ്ങളിലാക്കി അതുകൊണ്ടുള്ള ആഭരണങ്ങൾ പണിയുന്ന രീതിയും എന്തുണ്ടായിരുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റിലെ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തിരുന്നു? നിലനിന്നിരുന്നു. സോ അത്തരത്തിൽ ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സൈറ്റ് ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ചാഹുന്താരോ അല്ല. കാരണം ചാഹുന്താരോ സി തന്നെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ എന്ന് ഓർത്തിരിക്കാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ചാഹുന്താരോ ആക്ച്വലി ഞാൻ എപ്പോഴും പറയാറുള്ളത് സിറ്റി വിത്തൗട്ട് സിറ്റഡൽസ് എന്നുള്ളത് ആദ്യം ഓർക്കണം എന്നാണ്. ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഥ ബാക്കിലോട്ട് പറയണം എന്നിരിക്കലും ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ എല്ലാ സൈറ്റുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഉയർന്ന പ്രദേശവും ഒരു താഴ്ന്ന പ്രദേശവും ഉണ്ടാവും. ഈ ഉയർന്ന പ്രദേശത്താണ് റിച്ച് ആയിട്ടുള്ള ഭരണാധികാരികളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തിരുന്നത്? താമസിച്ചിരുന്നത്. താഴ്ന്ന പ്രദേശത്ത് ആര് താമസിച്ചിരുന്നു? അന്നെന്നുള്ള ജോലിക്ക് പോയി അന്നെന്നുള്ള അന്നം കണ്ടെത്തിയിരുന്ന സാധാരണക്കാരായ ജനങ്ങൾ. അതിന് മാറ്റമൊന്നുമില്ല. അന്നും ഇന്നും എന്നും ആ ഒരു സിറ്റുവേഷനൊക്കെ എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള സാധാരണക്കാരാണ് താഴ്ന്ന ഭാഗങ്ങളിൽ ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ കോട്ട കെട്ടിയിട്ടുള്ളതാണ് മേൽഭാഗങ്ങളിലുള്ള ഭരണാധികാരികളെയും റിച്ച് ആയിട്ടുള്ള കച്ചവടക്കാരെയും എന്ത് ചെയ്തിരുന്നത്? ജീവിച്ചിരുന്നത്. അത്തരത്തിൽ സിറ്റാഡലുകൾ ഇല്ലാത്ത, സിറ്റാഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കോട്ട എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. അത്തരത്തിൽ കോട്ടകളില്ലാത്ത, കോട്ടകൾ കെട്ടി സെപ്പറേറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരേ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ചാഹുന്താരോ എന്ന് പറയുന്നത്. അപ്പോൾ സി എന്ന് ഞാൻ ഓർത്തു വയ്ക്കാൻ പറയാറുണ്ട്. അതിനോടൊപ്പം തന്നെ ഓർത്തു വയ്ക്കുക ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, ഇത്തരത്തിലുള്ള വള, മുത്ത്, ഷെൽ കട്ടിങ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും പ്രശസ്തമായ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സൈറ്റും ഏത് തന്നെയാണ്? ചാഹുന്താരോ തന്നെയാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ബലാക്കോട്ട്. വളരെ വലിയൊരു വള ഫാക്ടറി. ബള അല്ലേ? നമ്മുടെ എന്താ പറയാ ഏതോ സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ ബള അല്ലേ? ബള ഫാക്ടറി ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ബലാക്കോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയും ചോദ്യം വന്നിട്ടുണ്ട്. ഏറ്റവും വലിയൊരു ബാംഗിൾ ഫാക്ടറി ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെടുത്തത് എവിടെയാണെന്നുള്ളതാണ്. അത് ബലാക്കോട്ടിലാണ്. നാഗേശ്വറിലും ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നില്ല? മാണ്ടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി. ഈ ഒരു ചോദ്യം അങ്ങനെ കണ്ടിട്ടുള്ള എല്ലാ പ്രധാനമായിട്ടും സാധാരണ വരാറുള്ളത് ഈ ഒറ്റ ചോദ്യമായിട്ടാണ്. ബാംഗിൾ ഫാക്ടറി എവിടെയാണ് ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ ഈ പറയുന്ന ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട സ്ഥലം ഏതാണെന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഇവിടെ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്. ഈ 3 സ്ഥലങ്ങളിലും എന്തുണ്ട്? ഇതിന്റെ പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്. സോ അതൊന്ന് സ്കെച്ച് ചെയ്ത് വെക്കുക. ഇനിയുള്ള ചോദ്യം ഭൂരിഭാഗം ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ചാഹുന്താരോ, ബലാക്കോട്ട്, നാഗേശ്വർ ഈ 3ലും എന്ത് നടന്നിട്ടുണ്ട്? ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ബലാക്കോട്ട് ഈസ് നോൺ ഫോർ വള അല്ലെങ്കിൽ എന്താണ്? വള ഫാക്ടറി തന്നെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ബലാക്കോട്ട് എന്ന് പറയുന്നത്. നാഗേശ്വറിലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നില്ല? മാണ്ടയിൽ ഉണ്ടായിരുന്നില്ല എന്ന് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സെറ്റല്ലേ? കഴിഞ്ഞില്ല. ഇനിയുണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന ചോദ്യം. ദേ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് സിറ്റി ഫ്രം ദ ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഡിവോട്ടഡ് ടു ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ ഇൻക്ലൂഡിംഗ് ബിയേഡ് മേക്കിംഗ്, മുത്തുകൾ ഉണ്ടാക്കുക, ഷെൽ കട്ട് ചെയ്യുക, മെറ്റൽ വർക്കിംഗ് ഉണ്ടായിരുന്നു, സീൽ മേക്കിംഗ് ഉണ്ടായിരുന്നു, വെയിറ്റ് മേക്കിംഗ് ഉണ്ടായിരുന്നു. അന്നൊരു തൂക്കുകെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ കച്ചവടക്കാരനും അവൻ്റേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സീലുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്ത ഹാരപ്പൻ സിവിലൈസേഷനിലെ സൈറ്റ് ഏതാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിരുന്നു സി ഫോർ ചാഹുന്താരോ. ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ എവിടെയാണ് നടന്നിരുന്നത്? ചാഹുന്താരോയിലാണ് നടന്നിരുന്നത്. എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറയാനുള്ളത്. ഇങ്ങനെ ചോദ്യം വരാറുണ്ട്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആളുകൾ സീലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന മെറ്റൽ ഏതാണ്? ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആളുകൾ സീലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയലിന്റെ പേരാണ് എന്ന് പറയുന്നത് സ്റ്റിയറ്റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് എന്ന് ഓർക്കാനാണ് ഞാൻ പറയാറുള്ളത്. സീൽ ഉണ്ടാക്കാൻ ഈ പറയുന്ന പോലെ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ആളുകൾ ഉപയോഗിച്ചിരുന്ന മെറ്റലാണ് എന്ന് പറയുന്നത് സ്റ്റിയറ്റൈറ്റ് എന്ന് പറയുന്നത്. ഓരോ കച്ചവടക്കാരനും അവന്റെ ഐഡന്റിറ്റി അറിയിക്കാനായിട്ട് മൃഗങ്ങളുടെയും പക്ഷികളുടെയും അല്ലെങ്കിൽ മറ്റ് വ്യത്യസ്തമായ ഡിസൈനുകളിലുമൊക്കെയുള്ള സീലുകൾ എന്ത് ചെയ്തിരുന്നു? ഓരോരുത്തരും ഓൺ ചെയ്തിരുന്നു. ആൻഡ് ഇറ്റ് വാസ് മെയ്ഡ് ഓഫ് സ്റ്റിയറ്റൈറ്റ്. അതേപോലെ ചോദിക്കാറുള്ള മറ്റൊന്നാണ് വെയിറ്റ് ഉണ്ടാക്കാൻ, തൂക്കുകെട്ടുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽ ഏതാണ്? വെയിറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയലാണ് ചേർട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. സീൽ ഉണ്ടാക്കാൻ സ്റ്റിയറ്റൈറ്റ് ആണെങ്കിൽ വെയിറ്റ് ഉണ്ടാക്കാൻ ചേർട്ട് ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഒപ്പം തന്നെ ഒരു കാര്യം മറക്കാതിരിക്കുക. ക്രാഫ്റ്റ് പ്രൊഡക്ഷന് പ്രശസ്തമായ സിറ്റി വിത്തൗട്ട് സിറ്റഡൽ ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ചാഹുന്താരോ എന്നും കൂടി എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചു അടുത്ത ചോദ്യം. ഇൻ 1944 who took over as Director General of the Archaeological Survey of India? Archaeological Survey of India എന്ന് വെച്ച് കഴിഞ്ഞാൽ ASI.
1944 ആരാണ് ASIയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് സ്ഥാനം ഏറ്റെടുക്കുകയും എക്സ്കവേഷൻസ് അണ്ടർടുക്ക് ദ എക്സ്കവേഷൻസ് ഓഫ് ഹാരപ്പയുടെ എക്സ്കവേഷൻസ് നോക്കി നടത്തുകയും ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അഗെയിൻ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു മെയിൻ സ്ട്രീം ചോദ്യമല്ല. സോ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിന്റെ ഉത്തരത്തിലേക്ക് ഞാൻ വരാം. 44 ആരായിരുന്നു ഇതിന്റെ ഡയറക്ടർ ജനറൽ എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ഭാഗത്തുനിന്ന് വേറെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആദ്യം ഓർക്കേണ്ടുന്ന കാര്യം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ രൂപീകൃതമായ വർഷം 1861 പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഭാഗത്തുനിന്ന് ഇപ്പം ഈ കാണുന്ന ചോദ്യമല്ല ASIനെ പറ്റി ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ. അതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. 1861 എന്ത് ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഭവം ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത് ലോഞ്ച് ആവുന്നത്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത് ചോദിക്കാറുണ്ട് അത്തരത്തിൽ ഇന്ത്യയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആദ്യമായി 1861 രൂപീകൃതമായപ്പോൾ അതിന്റെ ഡയറക്ടർ ജനറലായി സ്ഥാനം ഏറ്റെടുത്ത വ്യക്തി ആരാണ്? ഹു വാസ് ദ ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ? ചോദ്യം വരാറുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേര് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം എന്നാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? 1861 ഈ പറയുന്നത് പോലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രൂപീകൃതമായപ്പോൾ അതിന്റെ ഡയറക്ടർ ജനറലായി വന്നതിലൂടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലായി മാറിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം എന്ന് പറയുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു വിശേഷണം കൂടിയുണ്ട്. ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി, ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ്. ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി, ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഈ പറയുന്ന അതേ അലക്സാണ്ടർ കണ്ണിംഗ്ഹാം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു രീതിയിലും അറിയപ്പെടുന്നത്. എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇതേ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് 1921 22 അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജോൺ മാർഷൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പേര് നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടാവും. ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജോൺ മാർഷൽ എന്ന് പറയുന്നത്. ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരും വർക്ക് ചെയ്തിട്ടുണ്ട്? ജോൺ മാർഷലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കഥ അല്ലെങ്കിൽ നമ്മുടെ ചോദ്യം ഇതൊന്നുമല്ല. 44 ആരായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് അഗെയിൻ ഇറ്റ്സ് ആൻ ഔട്ട് ഓഫ് ദ ബ്ലൂ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ. ആ സമയത്ത് 44 ഇതിന് ഡയറക്ടർ ജനറൽ ആയിട്ട് ചാർജ് എടുത്ത വ്യക്തിയുടെ പേര് REM വീലർ ആണ് എന്ന് എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. REM വീലർ ആണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ എന്താവുന്നത് 44 ഇതിന് ഡയറക്ടർ ജനറൽ ആയിട്ട് വരുന്നത്. ഒരു ചെറിയ തിരുത്ത്, ജോൺ മാർഷൽ 21 ഇത് കണ്ടുപിടിക്കുന്നതാണ്. 1904 തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ജോൺ മാർഷൽ ഡയറക്ടർ ജനറൽ ആവുന്നുണ്ട്. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓർമ്മ ശരി തന്നെയാണ്. ഈ 1904 കാലഘട്ടത്തിൽ നമുക്ക് ആരായിരുന്നു നമ്മുടെ വൈസ്രോയി എന്നറിയാം. ആരായിരുന്നു? ലോർഡ് കേഴ്സൺ ആയിരുന്നു. കാരണം ബംഗാൾ വിഭജനം 1905 നടക്കുമ്പോൾ നടപ്പിലാക്കുന്ന ആരാണ്? ലോർഡ് കേഴ്സൺ ആണ്. ലോർഡ് കേഴ്സൺ ആണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? ജോൺ മാർഷലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ അങ്ങനെ ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നുണ്ട്. 1904 തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ജോൺ മാർഷൽ ഈ പറയുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് ചാർജ് എടുക്കുന്നുണ്ടെന്ന് കൂടി എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. പിന്നെ എവിടെയോ ഞാനൊരു ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. ആരാണ് 1904 ജോൺ മാർഷലിനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് എന്നൊരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് മറക്കരുത്. ലോർഡ് കേഴ്സൺ ആണ് എന്ത് ചെയ്യുന്നത് അപ്പോയിന്റ് ചെയ്യുന്നതെന്നും എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ഇനി 1-2 ഈ ജോൺ മാർഷൽ ഓൾറെഡി ഇവിടെ പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത്രയും കഥ പറഞ്ഞത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ കോയിൻ ചെയ്ത വ്യക്തിയാണ് നമ്മൾ പറഞ്ഞു. ഈ ഒരു കാലഘട്ടത്തിൽ 1904 ഡയറക്ടർ ജനറലായി വന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനിയുള്ള 2 പേരുകൾ രഗാൽദാസ് ബാനർജിയാണ്. ഇത് നമ്മൾ പൊതുവേ പറയാറുള്ളത് RD ബാനർജി എന്നാണ്. പലർക്കും ചിലപ്പോൾ ഇപ്പോൾ ഈ പേര് ഫെമിലർ ആയി തോന്നും. ഈ RD ബാനർജിയാണ് എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹൻജദാരോ എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏറ്റവും വലിയ സൈറ്റുകളിലൊന്ന് കണ്ടുപിടിക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് RD ബാനർജി എന്ന് പറയുന്നത്. ഓർക്കാനായിട്ട് ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്. തമാശയ്ക്കല്ല, തലയിൽ നിൽക്കാനായിട്ട് ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ഈ RD കളഞ്ഞിട്ട് മോഹൻ ബാനർജി എന്ന് ഓർത്തിരുന്നാൽ മതി എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഈ മോഹൻ ബാനർജി എന്ന് ഓർത്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? RD ബാനർജിയാണ് മോഹൻജദാരോ കണ്ടുപിടിച്ചെന്ന് എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. അതുപോലെയാണ് ദയാറാം സാനി. ഓൾറെഡി നമ്മൾ കഥ പറഞ്ഞതാണ്. ദയാറാം സാനിയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? ഹാരപ്പ കണ്ടുപിടിച്ചതെന്നും എന്ത് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കുറേ പോയിന്റുകൾ ഞാൻ പറഞ്ഞു മക്കളെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. അന്ന് അതിന്റെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിട്ട് വന്ന വ്യക്തിയാണ് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. അതുകൊണ്ട് അദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി എന്നും അറിയപ്പെടുന്നു. പിന്നീട് 1904 ഇതിന്റെ ഡയറക്ടർ ജനറൽ ആവുന്ന വ്യക്തിയാണ് ജോൺ മാർഷൽ. ഹി കോയിൻഡ് ദ ടേം ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൻഡ് ഹി ഡിസ്കവേർഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അന്ന് ജോൺ മാർഷലിനെ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ് ലോർഡ് കേഴ്സൺ എന്ന് പറയുന്നത്. മോഹൻ ബാനർജി ആസ് ഇൻ RD ബാനർജിയാണ് മോഹൻജദാരോ കണ്ടുപിടിക്കുന്നത്. ദയാറാം സാനിയാണ് ഹാരപ്പ കണ്ടുപിടിക്കുന്നത്. എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. സെറ്റല്ലേ? അടുത്തിലോട്ടോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ധോളവീര ഈസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ധോളവീര എന്ന് പറയുന്നത്. ഈ ധോളവീര കണ്ടുപിടിക്കുന്ന പൊതുവെ 2 പേരുകൾ കാണാറുണ്ട്. JP ജോഷി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഒരു സൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ എക്സ്കവേഷൻസ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും ചോദ്യം ഡിസ്കസ് ചെയ്യുമ്പോഴും എപ്പോഴും താഴെ വരുന്ന കമന്റ് ഞങ്ങൾ ഈ പേരിലല്ലോ പഠിച്ചതെന്ന് പറഞ്ഞിട്ട്. ഇത് ഈ എക്സ്കവേഷൻസിന്റെ തുടക്കം സംഭവിക്കുന്നത് 66 68 കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. പിന്നീട്
ഇദ്ദേഹത്തിന് അത് കംപ്ലീറ്റ് ചെയ്യാനാവുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1990s ഇതിനെ പറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട പഠനങ്ങളെല്ലാം നടത്തുന്ന വ്യക്തിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് ആർ.എസ്. ബിഷ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് 2 പേരും ഓപ്ഷനിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ രണ്ടും പഠിക്കുക. ഏതാണോ ഓപ്ഷനിൽ അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. കാരണം 2 ശരിയാണ്. ജെ.പി. ജോഷി ഇത് കണ്ടുപിടിച്ചു. ഇതിന്റെ കാര്യങ്ങളെല്ലാം തുടങ്ങി. പക്ഷേ ഇതൊരു സൈറ്റ് ആണെന്നും ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ആരാണ്? ആർ.എസ്. ബിഷ്ട് ആണ്. അപ്പോൾ 2 പേരും ശരി തന്നെയാണ്. രണ്ടും എന്ത് ചെയ്യുക? ഒരുപോലെ ഓർത്ത് വയ്ക്കുക. ഏതാണോ ഓപ്ഷനിലുള്ള ആ രീതി എന്ത് ചെയ്യുക? പഠിക്കുക. ഇനി നമ്മളോട് ചോദിച്ചത് ഏത് സംസ്ഥാനത്തിലാണെന്നുള്ളതാണ്. ഇത് കിടക്കുന്ന സ്ഥലത്തിന്റെ പേര് റാൻ ഓഫ് കച്ച് എന്നാണ്. കുറേ പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ കൃത്യമായിട്ട് ഇത് ഏത് സംസ്ഥാനത്തിലാണ് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഉപ്പുപാടം ഉള്ളത് എവിടെയാണ്? ഗുജറാത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന റാൻ ഓഫ് കച്ച് എന്ന് പറയുന്ന ഉപ്പുപാടങ്ങളുള്ളത്. അതുപോലെ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിക്കാറുണ്ട്. ലൂണി നദിയുടെ തീരത്ത്, LUNI ലൂണി നദിയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ധോളവീര വരുന്നത്. ഇനി ഇതിലെപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം, ഞാനിപ്പോൾ ഈ പറഞ്ഞ 4 പോയിന്റുകളെ അല്ല ധോളവീരയെ പറ്റി ചോദിക്കാറുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അവരവിടെ ചോദിച്ചിട്ടുണ്ട് ഏത് സംസ്ഥാനത്തിലാണെന്നുള്ളത്. സോറി, അതിൽ ഒരു പോയിന്റ് ഞാൻ റാൻ ഓഫ് കച്ച് ആണ് കണ്ടത്. ഒരു പോയിന്റ് ധോളവീര ഏത് സംസ്ഥാനത്തിലാണെന്നുള്ളതാണ്. ധോളവീര എവിടെയാണുള്ളത്? ഗുജറാത്തിലാണുള്ളത്. ഇനി 2 പോയിന്റുകളൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് എന്ത് ചെയ്യാറുള്ളത്? എപ്പോഴും ധോളവീരയെ പറ്റി ചോദിക്കാറുള്ളത്. വളരെ കനത്ത ഗേറ്റ് വേ എൻട്രൻസുകൾ ഉണ്ടായിരുന്ന ഒരു ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സൈറ്റ് ആയിരുന്നു ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ധോളവീര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗേറ്റ് വേ എൻട്രൻസിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്തരത്തിൽ ഒരു 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 ബോർഡ് വെച്ചിട്ടുണ്ട്. അന്നത്തെ ഒരു ഹാരപ്പൻ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബോർഡാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ രീതിയിൽ വെച്ചിരിക്കുന്നത്. ഇതിൽ 10 ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ഹാരപ്പൻ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടുള്ള സയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അത്തരത്തിൽ ഒരു ഗേറ്റ് വേ എൻട്രൻസ് ഉണ്ടായിരുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിൽ വളരെ ഭീമാകാരമായ സൈസിലുള്ള ഒരു ഗേറ്റ് വേ എൻട്രൻസ് ആണ്. ഇത്തരത്തിൽ എന്തോ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെന്തോ ഉദ്ദേശിച്ച് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. സോ അത്തരത്തിൽ ഗേറ്റ് വേ എൻട്രൻസുകൾ ഉണ്ടായിരുന്ന ഇത്തരത്തിൽ 10 വലിയ സൈനുകൾ ഹാരപ്പൻ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സൈറ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ദ ആൻസർ ഈസ് ധോളവീര. അതുപോലെ ചോദിക്കാറുള്ളതാണ് ഏത് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റിനാണ് ഒരു ഹ്യൂജ് വാട്ടർ റിസർവോയർ അല്ലെങ്കിൽ ഒരു ജയന്റ് വാട്ടർ റിസർവോയർ ഉണ്ടായത്, ഒരു വെള്ളത്തിന് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ടാങ്ക് ഉണ്ടായിരുന്നതെന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാലും അതിനുത്തരമായിട്ട് നിങ്ങൾ പറയേണ്ടത് ഏത് തന്നെയാണ്? അതിനുത്തരമായിട്ട് നിങ്ങൾ പറയേണ്ടതും ഈ പറയുന്ന ധോളവീര എന്ന് പറയുന്ന സ്ഥലം തന്നെയാണ് എന്ന് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് രണ്ടും എന്ത് ചെയ്യാറുണ്ട്? നല്ലോണം ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഓർക്കേണ്ടുന്ന കാര്യം ധോളവീര കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ജെ.പി. ജോഷി. ഇനി ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ആർ.എസ്. ബിഷ്ട്. കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് ജെ.പി. ജോഷിയുടെ പേര് തന്നെയാണ്. ഇല്ലെങ്കിൽ ആർ.എസ്. ബിഷ്ട് ഓർത്ത് വയ്ക്കുക. ഗുജറാത്തിലാണെന്നുള്ളത്. സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ലൂണി നദിയുടെ തീരത്താണ് ഇത് വരുന്നത്. ഗേറ്റ് വേ എൻട്രൻസ് ഇതിന്റെ ഫ്രണ്ടിലായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു വലിയ വാട്ടർ റിസർവോയർ ഉള്ള സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഗുജറാത്തിലെ ധോളവീര എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചു അടുത്ത ചോദ്യം. The famous Indus Valley site Mohenjo-daro was first excavated by eminent Indian archaeologist. ഓൾറെഡി നമ്മൾ കോഡ് പഠിച്ചതാണ്. മോഹൻ ബാനർജി. ദാറ്റ് മീൻസ് R.D. ബാനർജി ആണ് എന്ന് എന്ത് ചെയ്യുന്നതാണ് നമുക്ക് അറിയുന്നതാണ് അല്ലേ? മോഹൻജദാരോ പറ്റി 1-2 കാര്യങ്ങളോടെ ഞാൻ പറഞ്ഞുതരാം. ചോദ്യമായിട്ട് വരാറുള്ളതാണ്. ഗ്രേറ്റ് ബാത്ത്, ഒരു വലിയ കുളം നമ്മൾ അവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഭയങ്കര രസമുള്ള കുളമാണ്. വലിയൊരു കുളം, ഗ്രേറ്റ് ബാത്ത്. അതുകൊണ്ടാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് വിളിച്ചിരിക്കുന്നത്. വലിയൊരു കുളം നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? മോഹൻജദാരോയിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഗ്രേറ്റ് ബാത്ത് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഏത് സൈറ്റിൽ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ ഗ്രേറ്റ് ഗ്രാനറി, ഒരു വലിയ നിലവറ, വലിയ ധാന്യപ്പുര എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കൺഫ്യൂഷൻ ആവരുത്. ഹാരപ്പയെ പറ്റി പറയുമ്പോൾ ഞാൻ 6 ചെറിയ ഗ്രാനറികൾ കണ്ടെടുത്തു എന്നാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അതേസമയം ഗ്രേറ്റ് ഗ്രാനറി കണ്ടെടുക്കുന്ന എവിടെ തന്നെയാണ്? മോഹൻജദാരോയിൽ നിന്ന് തന്നെയാണ്. ഇത് ഒരു പക്ഷേ നിങ്ങൾ PSC ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മറ്റൊരു രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഗ്രേറ്റ് ഗ്രാനറി നിങ്ങൾ ഹാരപ്പയിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഒരു പക്ഷേ അത് PSCയുടെ ആൻസർ ആവാം. ഈവൻ ദോ PSP ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിക്കുന്നില്ലെങ്കിലും മറക്കാതിരിക്കേണ്ടുന്ന കാര്യം RRB SSC ചോദിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ ഗ്രേറ്റ് ഗ്രാനറി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാരപ്പ എന്ന് പറയരുത്. ഓപ്ഷനിൽ ഹാരപ്പ ഉണ്ടാവാറുണ്ട്. ഗ്രേറ്റ് ഗ്രാനറി നമ്മൾ കണ്ടെടുക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കുകൾ അനുസരിച്ച് മോഹൻജദാരോയിൽ നിന്നാണ്. അതേസമയം ഹാരപ്പയിൽ നമ്മൾ കണ്ടെടുത്ത് 6 കുഞ്ഞു ധാന്യപ്പുരകളാണ് എന്ത് ചെയ്യുക? മറക്കാതിരിക്കുക. അപ്പോൾ ഗ്രേറ്റ് ബാത്തും ഗ്രേറ്റ് ഗ്രാനറിയും എവിടെ തന്നെയാണ്? മോഹൻജദാരോയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ചിത്രമൊക്കെ നിങ്ങൾ ഓർക്കുമ്പോൾ ഒരു താടിക്കാരനായിട്ടുള്ള ഒരു പ്രീസ്റ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളുടെ സ്റ്റാച്ചു നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പൊ അത്തരത്തിൽ ആ പ്രീസ്റ്റ് സ്റ്റാച്ചു നമ്മൾ കണ്ടെടുത്തതും എവിടെ നിന്ന് തന്നെയാണ്? മോഹൻജദാരോയിൽ നിന്നാണ് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അതുപോലെ നടരാജ വിഗ്രഹം നമ്മൾ വേറെ കഥ പറഞ്ഞു. ബ്രോൺസ് ഡാൻസിംഗ് ഗേൾ, ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയ നൃത്തം ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ പ്രതിമയും എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഈ പറയുന്ന മോഹൻജദാരോയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക? മറക്കാതിരിക്കുക. മോഹൻജദാരോ പാകിസ്ഥാനിലാണ് ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയാണ് നമ്മൾ മോഹൻജദാരോയെ പറ്റി പറഞ്ഞത്? കണ്ടെടുത്ത വ്യക്തിയുടെ പേര് R.D. ബാനർജി എന്നാണ്. ഗ്രേറ്റ് ബാത്ത് അവിടെ ഉണ്ട്. ഗ്രേറ്റ് ഗ്രാനറി അവിടെ ഉണ്ട്. ഒരു പ്രീസ്റ്റിന്റെ സ്റ്റാച്ചു കിട്ടിയിട്ടുണ്ട്. ബ്രോൺസ് ഡാൻസിങ് ഗേളും കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ ടെറാക്കോട്ട കൊണ്ടുണ്ടാക്കിയ പ്ലോവിന്റെ മോഡൽ, കലപ്പയുടെ മോഡൽ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയേക്കുന്നത്? മോഹൻജദാരോയിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. എന്ത് ചെയ്യാതിരിക്കുക? മറക്കാതിരിക്കുക. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബുക്ക് റിട്ടൺ ബൈ ഏണസ്റ്റ് മക്കേ എബൌട്ട് ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ്? ഇതും അഗൈൻ ഒരു ഔട്ട് ഓഫ് ദ ബ്ലൂ ചോദ്യമാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല.
ഏണസ്റ്റ് മക്കേ എന്ന് പറയുന്ന ആള് ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി എഴുതിയൊരു പുസ്തകങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത് ഫർദർ എക്സ്കവേഷൻസ് അറ്റ് മോഹൻജദാരോ എന്ന് പറയുന്നത്. വേറെ എവിടെയും കണ്ടിട്ടില്ല, ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഏണസ്റ്റ് മക്കേ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫർദർ എക്സ്കവേഷൻസ് അറ്റ് മോഹൻജദാരോ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ? താഴെ തന്നതിൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സൈറ്റുകളിൽ അല്ലാത്ത ഏതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതന്നെ നോക്കിയേ, ഹാരപ്പയാണ്, ലോത്തലാണ്, മോഹൻജദാരോ ആണ്. അപ്പം ഈ പറഞ്ഞില്ലെങ്കിൽ കൂടെ നമുക്ക് ആരെ മാർക്ക് ചെയ്യാം, ഉറൂക്ക്. ഞാൻ കേട്ടിട്ടില്ല എന്നവരെ. ഉറൂക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സൈറ്റ് അല്ല എന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാനായിട്ട് പറ്റും. എത്ര ചോദ്യങ്ങളായി ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് ആലോചിച്ച് നോക്കി, ഇതെല്ലാം കഴിഞ്ഞ് NTPCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇതെന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റോണേജിൽ നമുക്ക് വളരെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഈ ഭാഗത്ത് നിന്ന് എന്തുണ്ട്, നല്ല രീതിയിൽ ചോദ്യങ്ങളുണ്ട്. സോ അത്തരത്തിൽ കൂടെ നിങ്ങൾ ഇതിനെ നോക്കിക്കാണാം. കഴിഞ്ഞ NTPC അസസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നല്ലോണം ഈ ആൻഷ്യൻ ഇന്ത്യയിൽ നിന്ന് ചോദ്യം വന്നിരിക്കുന്നത്, കഴിഞ്ഞ വട്ടത്തെ മാത്രമേ വെച്ച് മാത്രമേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ഇനി മാറോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല. എന്നിരിക്കലും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കാൻ എന്ത് ചെയ്യും, ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യാം. മനസ്സിലായില്ലേ? കഴിഞ്ഞില്ല, ഇനി നമുക്ക് ചോദ്യങ്ങളുണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് സുർകോട്ടഡ സിറ്റുവേറ്റഡ്? സുർകോട്ടഡ എന്ന് പറയുന്ന സ്ഥലം, ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സ്ഥലം എവിടെയാണുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പഞ്ചാബിലോ രാജസ്ഥാനിലോ ബീഹാറിലോ അല്ല, അതുള്ളതും എവിടെ തന്നെയാണ്, ധോളവീര പോലെ ലോത്തൽ പോലെ എവിടെ തന്നെയാണുള്ളത്, ഗുജറാത്തിലാണുള്ളത് എന്നും എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇത് കണ്ടുപിടിക്കുന്ന ആര് തന്നെയാണ്, JP ജോഷി തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കുതിരയുടെയൊക്കെ എല്ലിന്റെ കഷ്ണങ്ങൾ, കുതിരയുടെയൊക്കെ ഹോഴ്സ് ബോൺസ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന സുർകോട്ടഡ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ ഒപ്പം പറഞ്ഞോട്ടെ, രാജസ്ഥാനിലെ വളരെ പ്രശസ്തമായ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റാണ് കാലിബംഗൻ എന്ന് പറയുന്നത്. പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. കാലിബംഗൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, കാലി എന്ന് വെച്ചാൽ കറുത്ത, ബംഗൻ എന്ന് വെച്ചാൽ വളകൾ, ഒരുപാട് കറുത്ത വളയുടെ കുപ്പിവളപ്പൊട്ടുകൾ അവിടെ നിന്ന് കിട്ടിയതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ സ്ഥലത്തിന് അങ്ങനെ പേര് വിളിച്ചിരിക്കുന്നത്. ഈ കാലിബംഗൻ ഉള്ളത് എവിടെയാണ്, രാജസ്ഥാനിലാണ്. ഞാൻ ഓർക്കാനായിട്ട് പറയാറുണ്ട്, രാജസ്ഥാൻ ഇന്ന് മരുഭൂമിയാണ്, അന്നക്കാലത്ത് മരുഭൂമിയല്ല. എന്നിരിക്കലും മരുഭൂമിയാണല്ലോ, മരുഭൂമി പോയാൽ നമ്മൾ എന്ത് ചെയ്യും, കറുത്തു പോകും അല്ലേ. അപ്പോൾ കറുത്ത സ്ഥലമുള്ളത് എവിടെയാണ്, കാലിബംഗൻ രാജസ്ഥാനിലാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. സുർകോട്ടഡ കണ്ടുപിടിച്ചത് JP ജോഷിയും കുതിരയുടെ എല്ലുകളും സുർകോട്ടഡയിൽ നിന്നാണെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡസ് വാലി സിവിലൈസേഷനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഏജും പഠിച്ചു, ഇൻഡസ് വാലി സിവിലൈസേഷനും പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് ആ ഒരു ഓർഡറിൽ പോകുമ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത് വേദങ്ങളെ പറ്റിയിട്ടുള്ള പഠനം. അതുപോലെ തന്നെ വേദിക് ഏജ് എന്ന് പറയുന്ന വേദ കാലഘട്ടത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് നോക്കേണ്ടതുണ്ട്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് എടുത്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ദ വേദാസ് ആർ കൺസിഡേർഡ് ദ ഏർലിയസ്റ്റ് ലിറ്റററി റെക്കോർഡ് ഓഫ് ഇന്തോ ആര്യൻ സിവിലൈസേഷൻ. ഇന്ത്യന്മാരുടെയും ആര്യന്മാരുടെയും അല്ലെങ്കിൽ ആ ഇന്തോ ആര്യൻ സിവിലൈസേഷന് നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ആദ്യകാലത്തെ റെക്കോർഡുകളാണ് ഇതെന്ന് പറയുന്നത് വേദങ്ങൾ എന്ന് പറയുന്നത്. ദർ ആർ 4 വേദാസ്, 4 വേദങ്ങളാണുള്ളത്. ഒന്നാമൻ ഋഗ്വേദം, രണ്ടാമൻ സാമവേദം, മൂന്നാമൻ യജുർവേദം ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഡാഷ് എന്ന് ചോദിച്ചേക്കുന്നത് എല്ലാവർക്കും അറിയുന്ന ആൻസർ ആണ്. നാലാമന്റെ പേര് ഋഗ്വേദവും സാമവേദവും യജുർവേദവും കഴിഞ്ഞു കഴിഞ്ഞാൽ നാലാമന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, അഥർവവേദം എന്ന് പറയുന്നത്. നാലാമത്തെ വേദമാണ് ഇതെന്ന് പറയുന്നത് അഥർവവേദം എന്ന് പറയുന്നത്. ഈ വേദ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ വേദ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നോളേജ് എന്നാണ്, അറിവ് എന്നാണ്. അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള അറിവുകളെ പറ്റി സംസാരിക്കുന്ന പുസ്തകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചിരിക്കുന്നത്, ആ കാലഘട്ടത്തിൽ വേദങ്ങൾ എന്ന് വിളിച്ചിരിക്കുന്നത്. ഋഗ്വേദം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, സംഗീതത്തെ പറ്റി സംസാരിക്കുന്ന വേദമാണ് ഇതെന്ന് പറയുന്നത് സാമവേദം എന്ന് പറയുന്നത്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് മ്യൂസിക്കിനെ പറ്റിയിട്ടുള്ള വേദം ഏതാണ് എന്നുള്ളത്. അതുപോലെ അന്നത്തെ കാലത്ത് നമുക്കറിയാം രാജാക്കന്മാരാണ്, അവർ പലതരത്തിലുള്ള യാഗങ്ങളും അല്ലെ, രാജസൂയം, അശ്വമേധം എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള യാഗങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അത്തരത്തിലുള്ള യാഗങ്ങളെ പറ്റി, സാക്രിഫൈസുകളെ പറ്റി സംസാരിക്കുന്ന വേദമാണ് ഇതെന്ന് പറയുന്നത് യജുർവേദം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അഥർവവേദം എന്താണ്, അഥർവവേദത്തെ പറ്റി നമ്മൾ പറയാറുള്ളത് ചാംസ് ആൻഡ് സ്പെൽസ് എഗെയിൻസ്റ്റ് ഡിസീസസ്, അസുഖങ്ങൾക്കെതിരെയുള്ള മന്ത്രങ്ങളും അതുപോലെ ആ മരുന്നുകളും ഒക്കെ സംസാരിക്കുന്ന വേദമാണ് ഏതെന്ന് പറയുന്നത് അഥർവവേദം എന്ന് പറയുന്നത്. മാജിക്കിനെ പറ്റിയും സംസാരിക്കുന്ന വേദത്തിൽ തന്നെയാണ്, ഈ പറയുന്ന വേദങ്ങളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നല്ല മാജിക്കിനെ പറ്റിയും ദുർമാജിക്കിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യുന്നത് സംസാരിക്കുന്നതും കൂടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. ഇനി താഴെ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെയും നാലാമത്തെയും ഓപ്ഷൻ കൂടെ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. മൂന്നാമനാണ് ആയുർവേദം എന്ന് പറയുന്നത്. ആയുർവേദം ശരിക്കും നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നത് അഥർവവേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം. കാരണം അഥർവവേദത്തിലാണ് ഈ മരുന്നുകളെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. സോ ആയുർവേദം അതിന്റെ ഭാഗമാണെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കരുതി പോന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ SSCയുടെയും RRBയുടെയും ചോദ്യ പേപ്പറുകളിൽ ആയുർവേദം എന്ന് പറയുന്നത് ഋഗ്വേദത്തിന്റെ ഉപവേദമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൊടുത്ത് കാണപ്പെടുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ ആയുർവേദം എന്നുള്ളത് ഏതിന്റെ ഉപവേദമാണ്, സബ്ബാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഋഗ്വേദമാണ് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഏറ്റവും നല്ല ആൻസർ ആയിട്ട് പിക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഇൻ കേസ് ഋഗ്വേദം ഓപ്ഷനിൽ തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് പിക്ക് ചെയ്യുക? അഥർവവേദം പിക്ക് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ഒരു കണ്ടീഷൻ സപ്ലൈ ആയിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. ആയുർവേദം എന്നത് എന്തിന്റെ ഉപവേദമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഗ്വേദം തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. പക്ഷേ ഋഗ്വേദം ഇല്ലെങ്കിൽ ഏത് നിങ്ങൾ പിടിച്ചോളൂ? അഥർവവേദം പിടിച്ചോളൂ. അതുപോലെ നാലാമത്തേതാണ് ധനുർവേദ എന്ന് പറയുന്നത്. ധനുർവേദ എന്ന് പറയുന്നത് ഏതിന്റെ ഉപവേദം എന്നറിയോ? ധനുർവേദ എന്ന് പറയുന്നത് യജുർവേദത്തിന്റെ ഉപവേദമാണ്. ധനുസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അമ്പ്, വില്ല് അല്ലെ? ധനുർ അമ്പും വില്ലും എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന, യുദ്ധതന്ത്രങ്ങളെ പറ്റി സംസാരിക്കുന്ന, ആയുധങ്ങളുടെ ഉപയോഗങ്ങളെ പറ്റി സംസാരിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ധനുർവേദം എന്ന് പറയുന്നത്. യജുർവേദം എന്ന് പറയുമ്പോൾ നമ്മൾ യാഗം അല്ലെങ്കിൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞാലും അതിലും ഈ പറയുന്ന പോലെ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും. അശ്വമേധമൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. അശ്വമേധമൊക്കെ ഏതിന്റെ ഭാഗത്തിൽ ഏതിൽ വരുന്നതാണ്? യജുർവേദത്തിൽ വരുന്നതാണ് ഇതെന്ന് പറയുന്നത് അശ്വമേധം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ അവിടെ ഇവിടെയായിട്ട് പറഞ്ഞു. കൂടുതൽ ഉള്ളിലോട്ട് പോവാതെ ഏറ്റവും ബേസ് ലെവലുള്ള കാര്യങ്ങൾ, മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയത് വേദം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നോളേജ് ആണ്, അറിവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 4 വേദങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നാമൻ ഋഗ്വേദം, രണ്ടാമൻ സാമവേദം സംഗീതത്തെ പറ്റി സംസാരിക്കുന്നു, മൂന്നാമൻ യജുർവേദം യാഗങ്ങളെ പറ്റി, സാക്രിഫൈസസിനെ പറ്റി സംസാരിക്കുന്നു, നാലാമത്തേത് അഥർവവേദമായിരുന്നു. ചാംസ് ആൻഡ് സ്പെൽസ് അഗെയിൻസ്റ്റ് ഡിസീസസ് ആണ് ഏതിൽ വരുന്നത്? അഥർവവേദത്തിൽ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ആയുർവേദം എന്ന് പറയുന്ന കണ്ടീഷൻ സപ്ലൈറ്റ് ഋഗ്വേദത്തിന്റെ ഉപവേദമാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് യജുർവേദത്തിന്റെ ഉപവേദമാണ് ഏതെന്ന് പറയുന്നത് ധനുർവേദം എന്നും എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാം മുൻപ് പലവട്ടം എന്ത് ചെയ്തിട്ടുള്ളതാണ്? ചോദ്യങ്ങളായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അത് ഒട്ടും വില കുറച്ച് കാണരുത്, അല്ലെങ്കിൽ ഒട്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണരുത്. എല്ലാം എന്താണ്? ചോദ്യമാണെന്ന് മനസ്സിലാക്കുക. അടുത്തതിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ധനുർവേദ ഈസ് ദ ഉപവേദ ഓഫ് യജുർവേദ. നല്ല കാര്യം അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ധനുർവേദം എന്ന് പറയുന്നത് യജുർവേദത്തിന്റെ ഉപവേദമാണ്. ഇറ്റ് ഡീൽസ് വിത്ത്, അത് നമ്മൾ പറഞ്ഞതാണ്. അത് ആർക്കിടെക്ചറോ സംഗീതമോ ആർട്ടോ ഒന്നുമല്ല, മരുന്നിനെ പറ്റിയുമല്ല. അത് സംസാരിക്കുന്ന ഇതിനെ പറ്റിയാണ്. ആർട്ട് ഓഫ് വാർഫെയർ, യുദ്ധതന്ത്രങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ധനുർവേദത്തിൽ സംസാരിക്കുന്നത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വേദങ്ങളെ പറ്റി ഇത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. ആകെ 2 ചോദ്യം നമ്മൾ കഴിഞ്ഞ വട്ടം തപ്പിപ്പറിക്കപ്പോൾ കണ്ടുള്ളൂ. ഞാൻ എല്ലാ ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അറിയാതെ എങ്ങാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതേ ഉള്ളൂ. അതല്ലെങ്കിൽ കഴിഞ്ഞ RRB NTPCയിൽ ചോദിച്ചിട്ടുള്ള ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യും? ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർക്കുകയും ചെയ്യും. അപ്പോൾ വേദങ്ങളെ പറ്റി ചോദിച്ച 2 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇത്രയൊന്നുമല്ല, വേദങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചോദ്യം വന്നത് ഇത്രയേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് ബുദ്ധനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബുദ്ധനെ പറ്റിയും ബുദ്ധമതത്തെ പറ്റിയും എന്ത് ചെയ്യുന്നതാണ്? നമുക്ക് അറിയുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, വിനയ ആൻഡ് സുട്ടപീഡക ആർ ദ കമ്പൈലേഷൻസ് ഓഫ് ഹൂസ് ടീച്ചിങ്സ്. നമ്മൾ സംസാരിക്കുന്നത് ബുദ്ധനെ പറ്റി ആയതുകൊണ്ട് ആൻസർ ഒബ്വിയസ് ആണ്. ആൻസർ ആരുടേതായിരിക്കണം? ഗൗതമ ബുദ്ധൻ്റെതായിരിക്കണം. ഇത് പലപ്പോഴും ചോദിക്കാറുള്ളത് ത്രിപീഡകാസ് എന്ന് പറയുന്നത് ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കാറുള്ളത്. ത്രിപീഡകാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡകാസ് എന്ന് തന്നെയാണ്. അതായത് 3 പീഡകാസ് എന്നാണ് എന്ത് ചെയ്യുന്നത്? അതിനർത്ഥമായിട്ട് വരുന്നത്. ഈ പീഡക എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ബാസ്ക്കറ്റ് അല്ലെങ്കിൽ കുട്ട എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ഈ പീഡകയുടെ അർത്ഥം അതായത് ബാസ്ക്കറ്റ് ഓഫ് നോളേജ്, അറിവിന്റെ കുട്ട എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? അർത്ഥം വെക്കുന്നത്. ത്രിപീഡകാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പീഡകങ്ങളുണ്ട്. ബാസ്ക്കറ്റ് ഓഫ് നോളേജ് അറിവിന്റെ കുട്ടയാണ്. അതായത് ബുദ്ധൻ പറഞ്ഞതും ബുദ്ധൻ പഠിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ അനുയായികളിലേക്ക് എത്തിക്കാൻ പിന്നീട് വന്ന ആളുകൾ കമ്പൈൽ ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന ത്രിപീഡകാസനും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ബുദ്ധന്റെ മരണശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം കമ്പൈൽ ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് വിനയപീഡക, രണ്ടാമത്തേതാണ് സുട്ടപീഡക. ഇനി ഒരാൾ കൂടിയുണ്ട്. 4 വേദം എന്ന് പറഞ്ഞതുപോലെ 3 പീഡകങ്ങളാണുള്ളത്. ആ മൂന്നാമന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? അഭിധാമ പീഡക എന്ന് പറയുന്നത്. അങ്ങനെ 3 പീഡകങ്ങളാണ് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ത്രിപീഡകാസ് എന്ന് വിളിക്കുന്നത്. അതാണ് ഏറ്റവും ജനറൽ ആയിട്ടുള്ള ചോദ്യം. ത്രിപീഡകാസ് എന്ന് പറയുന്നത് ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിനയപീഡക, സുട്ടപീഡക, അഭിധാമ പീഡക എന്നും എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ വിനയപീഡക എന്ന് പറയുന്നത് കമ്പൈൽ ചെയ്യുന്നത് ഉബാലി എന്ന് പറയുന്ന സന്യാസി വരികയാണ്. ബുദ്ധ സന്യാസി ആയിരുന്ന ഉബാലിയാണ് എന്ത് ചെയ്യുന്നത്? വിനയപീഡക കമ്പൈൽ ചെയ്യുന്നത്. അതിൽ ഈ ബുദ്ധന്മാരുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, സംഘം എന്ന് അതിനെ പറയാം. സംഘത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു മൊണാസ്ട്രിയിൽ ജീവിക്കേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, അവർ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വിനയപീഡകയിൽ എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. അതേസമയം സുട്ടപീഡകയിലോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ബുദ്ധന്റെ പ്രസംഗങ്ങൾ, ബുദ്ധൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, സ്പീച്ചസ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ബുദ്ധ എന്നാ പറയുക. അത് ഇത് തന്നെ വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ കത്തിയതാണ് സ്പീച്ചസ് ഫോർ എസ്, സുട്ടയിലെ ടി ഫോർ ടീച്ചിങ്, സ്പീക്കിംഗ്സ് ആൻഡ് സ്പീച്ചസ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ബുദ്ധ ആണ് ഇതിൽ വരുന്നത്. സുട്ടപീഡകയിൽ വരുന്നത്. ഈ സുട്ടപീഡക കമ്പൈൽ ചെയ്ത വ്യക്തിയുടെ പേര് ആനന്ദ് എന്നാണ്. എന്താണ് സുട്ടപീഡക കമ്പൈൽ ചെയ്ത വ്യക്തിയുടെ പേരെന്ന് പറയുന്നത്? ആനന്ദ് എന്നാണെന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഒരു കാര്യം കൂടി ഓർക്കുക, ജാതക കഥകൾ എന്ന് പറയുന്നത് ബുദ്ധന്റെ മുജന്മ കഥകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബുദ്ധമത വിശ്വാസികൾ വിശ്വസിക്കുന്നത്. ആ ജാതക സ്റ്റോറീസ് വരുന്നത് ഏത് പീഡകയിലാണ്?
ഈ പറയുന്ന സുട്ടപീഠകയിലാണെന്നും ഒന്ന് ഓർത്തു വയ്ക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റാണ്. ജാതക കഥകൾ ആരുടെ മുജ്ജന്മ കഥകളാണ് എന്ന് നമുക്ക് ചോദ്യം വരാറുണ്ട്. ഗൗതമ ബുദ്ധന്റെ മുജ്ജന്മ കഥകളായിട്ടാണ് നമ്മൾ ജാതക കഥകളെ കണക്കാക്കുന്നത്. അത് വരുന്നത് ഏതിലാണ്? ഈ പറയുന്ന സുട്ടപീഠകയിലാണെന്ന് ഓർത്തു വയ്ക്കുക. അഭിധാമ പീഠക ഒരു ഓഥറായിട്ട് നമ്മളങ്ങനെ കണ്ടിട്ടില്ല. പലരുടെയും പേര് വരാറുണ്ട്. ബുധൻ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് പുറകിലുള്ള ശാസ്ത്രങ്ങളും ഫിലോസഫിയും ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഈ പറയുന്ന അഭിധാമ പീഠകയിൽ വരുന്നതെന്നും എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് 3 പീഠകാസ് എന്ന് പഠിച്ചു. ആ പീഠക എന്ന് പറയുന്നതിനെ ബാസ്ക്കറ്റ് എന്നാണ് വിളിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ 3 പീഠകങ്ങൾ വിനയപീഠക, സുട്ടപീഠക, അഭിധാമ പീഠകയാണെന്ന് നമ്മൾ പറഞ്ഞു. വിനയപീഠക എന്ന് പറയുന്നത് ഉപാലി എന്ന് പറയുന്ന സന്യാസിവര്യൻ എഴുതിയതാണെന്ന് നമ്മൾ പറഞ്ഞു. സുട്ടപീഠക ആനന്ദ് എഴുതിയതാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്താണ് ജാതക സ്റ്റോറീസ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് സുട്ടയിൽ വരുന്നത്, സുട്ടപീഠകയിൽ വരുന്നത് സ്പീച്ചസ് ആൻഡ് ടീച്ചിങ്സ് ഓഫ് ബുദ്ധയും, വിനയപീഠകയിൽ വരുന്നത് ഈ പറയുന്ന മൊണാസ്ട്രിയിൽ ജോയിൻ ചെയ്ത സന്യാസിവര്യന്മാർ പാലിക്കേണ്ടുന്ന നിയമങ്ങളും കാര്യങ്ങളുമാണ് ഇതിൽ വരുന്നത് വിനയപീഠകയിൽ വരുന്നതെന്നും, അഭ്യുത്ഥാന പീഠകയിൽ വരുന്നത് ബുദ്ധൻ പഠിപ്പിച്ച കാര്യങ്ങളിലെ ഫിലോസഫി ആണെന്നും എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു. എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല, പക്ഷെ എല്ലാം എന്ത് ചെയ്തിട്ടുള്ളതാണ്? ചോദിച്ചിട്ടുള്ളതാണ്. ആ ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെ ഓർക്കുക. ഇനി ഇതിലൊരു പേര് മാത്രം ഞാനൊന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. ഈ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള ഋഷഭദേവ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ജൈനമത വിശ്വാസപ്രകാരം ഈ ജൈനമതം സ്പ്രെഡ് ചെയ്യാനായിട്ട് ഭൂമിയിൽ 24 തീർത്ഥങ്കരന്മാർ ജന്മമെടുത്തിട്ടുണ്ടെന്നാണ് എന്തെന്ന് പറയുന്നത്? കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ തീർത്ഥങ്കര എന്ന് പറയുന്ന വാക്ക് ഏത് മതവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാറുണ്ട്. അതും ഓർത്തു വയ്ക്കുക. ജൈനമതവുമായി ബന്ധപ്പെട്ട വാക്കാണ് ഇതെന്ന് പറയുന്നത്, ഈ തീർത്ഥങ്കര എന്ന് പറയുന്നത്. അത്തരത്തിൽ 24 തീർത്ഥങ്കരന്മാർ ഭൂമിയിൽ വന്നു, എന്നാണ് എന്ത് ചെയ്യുന്നത്? ജൈനമത വിശ്വാസികൾ വിശ്വസിക്കുന്നത്. അതിലെ 24ാമത്തെ തീർത്ഥങ്കരനാണ് ജൈനമതം സ്ഥാപിച്ച ആരെന്ന് പറയുന്നത്? വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്നത്. എങ്ങനെ? 24 തീർത്ഥങ്കരന്മാർ വന്നു. അതിൽ 24ാമത്തെ തീർത്ഥങ്കരനാണ് ജൈനമതം സ്ഥാപിച്ച വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്നത്. എന്നാൽ അക്കൂട്ടത്തിലെ ആദ്യത്തെ തീർത്ഥങ്കരനാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഋഷഭദേവൻ എന്ന് പറയുന്നത്. ഇടയിലുള്ളതൊന്നും അങ്ങനെ കാര്യമില്ല. പക്ഷെ ആദ്യത്തെയും അവസാനത്തെയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവസാനത്തെ ആൾ വർദ്ധമാന മഹാവീരനാണ്. എന്നാൽ ആദ്യത്തെ ആൾ ആരാണ്? ഋഷഭദേവനാണെന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പൊ ആ 2 പോയിന്റ് കൂടെ നോട്ട് ചെയ്യുക. ജൈനമതത്തിലാണ് തീർത്ഥങ്കരന്മാരുള്ളത്. അത് തന്നെ ചോദ്യമാണ്. തീർത്ഥങ്കരന്മാർ ജൈനമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൊത്തം 24 പേര് വന്നിട്ടുണ്ട്. ആദ്യത്തെ ആളുടെ പേര് ഋഷഭദേവൻ, 24ാമന്റെ പേര് എന്താണ്? വർദ്ധമാന മഹാവീരനാണെന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ദ കോൺസെപ്റ്റ് ഓഫ് ബോധിസത്വ ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഈ ബോധിസത്വ എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റാണ് ചോദിച്ചിരിക്കുന്നത്? ഓഫ് കോഴ്സ് അത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ ചോദ്യത്തിൽ ഒരു കുഞ്ഞു ട്വിസ്റ്റ് ഉണ്ട്. അവർ മഹായാന ബുദ്ധിസം എന്നും ഹീനയാന ബുദ്ധിസം എന്നും തന്നിട്ടുണ്ട്. ബുദ്ധന്റെ മരണശേഷം പ്രധാനമായും 2ആയിട്ട് തല്ലിപ്പിരിയുന്ന ബുദ്ധമതത്തിലെ വിഭാഗങ്ങളാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന മഹായാന ബുദ്ധിസവും അതുപോലെ തന്നെ ഏതു എന്ന് പറയുന്നത് ഹീനയാന ബുദ്ധിസവും എന്ന് പറയുന്നത്. ഇതിൽ ഈ ബോധിസത്വ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധനെ എന്താ പറയാ, ഒരു 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 ദൈവം എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് ദൈവം എന്നുള്ള രീതിയിൽ ബുദ്ധനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരു രീതിയാണ്. ബുദ്ധന് ഒരു ബോഡിയൊക്കെ ഉണ്ട്. ഈ വിഗ്രഹാരാധന എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഏതെന്ന് പറയുന്നത് ഈ ബോധിസത്വ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ ബുദ്ധനെ ആരാധിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുത്താറുള്ളത്? മഹായാന ബുദ്ധിസത്തിൽ പെടുത്താറുള്ളത്. ഇവരാണ് എന്തിനു മുൻകൈ എടുക്കാറുള്ളത്? ഐഡൽ വർഷിപ്പ്, വിഗ്രഹം വെച്ചിട്ടുള്ള ആരാധനയ്ക്ക് എന്ത് ചെയ്യാറുള്ളത്? മുന്നിൽ നിൽക്കാറുള്ളത്. എന്നാൽ ഹീനയാനക്കാർ കുറച്ചും കൂടെ അതിൽ നിന്നൊക്കെ പുറകോട്ട് നിന്ന് അത്തരത്തിലുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ബുദ്ധൻ അത് ചെയ്യരുതെന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ നിന്ന കുറച്ചും കൂടെ എൽഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ചും കൂടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത്? ഹീനയാന ബുദ്ധിസത്തിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ ഈ ഐഡൽ വർഷിപ്പുമായി ബന്ധപ്പെട്ട് ബുദ്ധനൊരു രൂപം കൊടുക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് ബോധിസത്വ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോധിസത്വ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. ഇവര് ആ ബോധിസത്വ എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെ നിർവ്വാണം അച്ചീവ് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റാണ്. തൽക്കാലം ഞാൻ അതിന്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. വലിയ വലിയ കാര്യങ്ങളാണ്. എന്തായാലും ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബോധിസത്വ എന്ന് പറയുന്നത് ആദ്യം മനസ്സിലാക്കേണ്ടത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട പദമാണെന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇവിടെ ചോദിച്ചതുപോലെ കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ മഹായാന ബുദ്ധിസവുമായി ബന്ധപ്പെട്ടതാണ് ഇതെന്ന് പറയുന്നത്. ഈ ബോധിസത്വ എന്ന് പറയുന്ന പദം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സെറ്റല്ലേ? അടുത്തതിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം. ദ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വാസ് ഹെൽഡ് ബൈ. എനിക്കിത് പഠിപ്പിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിച്ചു തുടങ്ങുന്ന ഒരു സാധനമാണ് ഞാൻ. പക്ഷെ പഠിപ്പിച്ച് അതിൻ്റെ ഒരു മൂഡ് പോയി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ത്രില്ല് പോയി എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സാധനമാണ് മക്കളെ ഇത്. 4 ബുദ്ധമത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഈ 4 ബുദ്ധമത സമ്മേളനം നടന്ന വർഷം, നടന്ന സ്ഥലം, നടത്തിയ രാജാവ്, അതിന്റെ പ്രധാനിയായിരുന്ന പ്രീസ്റ്റ്, ആരാണോ അതിന്റെ ഒരു കാർമ്മികൻ ഉണ്ടാവുമല്ലോ, മുഖ്യ കാർമ്മികൻ ഉണ്ടാവുമല്ലോ, അതാരാന്നുള്ളത് വളരെ 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 എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യ ബുദ്ധമത സമ്മേളനം 483 BC-യിൽ, രണ്ടാമത്തേത് 100 വർഷങ്ങൾക്ക് ശേഷം 383 BC-യിൽ, മൂന്നാമത്തേത് 250 BC-യിൽ, നാലാമത്തേത് 1-ാം നൂറ്റാണ്ടിലെ ഏതോ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത് എന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒറ്റയടിക്ക് 16 ചോദ്യങ്ങൾ പഠിപ്പിക്കാൻ പോവാണ്. ഈ 16 ചോദ്യവും
16 വട്ടമല്ല, ഒരു 16,000 വട്ടം എന്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ബുദ്ധിസ്റ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. വളരെ റാൻഡം ആയിട്ട് രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത് എവിടെ, രണ്ടാം ബുദ്ധമത സമ്മേളനം നടത്തിയ രാജാവ് ആര്, മൂന്നാം ബുദ്ധമത സമ്മേളനം പ്രിസൈഡ് ചെയ്ത വ്യക്തി ആര്, രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്ന വർഷം ആര് എന്നൊക്കെ പറഞ്ഞ് റാൻഡം ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തെ നടന്ന വർഷം 483 ബി സി, 100 വർഷങ്ങൾക്ക് ശേഷം 383 ബി സിയിൽ അത് വീണ്ടും നടന്നു. പിന്നെ 250 ബി സിയിൽ നടന്നു. പിന്നെ 1-ാം നൂറ്റാണ്ട് എ ഡിയിൽ ഏതോ ഒരു കാലഘട്ടത്തിലും എന്ത് ചെയ്തു, ഈ പറയുന്ന ബുദ്ധമത സമ്മേളനം നടന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ വർഷം സെറ്റായി. ഇനി എവിടെ വെച്ച് നടന്നു, അതിന് ഞാൻ പൊതുവെ ഒരു കോഡാണ് പറയാറുള്ളത്. രാജഗൃഹം. രാജഗൃഹം എന്ന് വെച്ചാൽ എന്താ, രാജാവിന്റെ ഗൃഹം. രാജാവിന്റെ ഗൃഹം എന്ന് വെച്ചാൽ എന്താ, കൊട്ടാരം. കൊട്ടാരത്തിലേക്ക് വൈശാലി വരികയാണ്. കൊട്ടാരത്തിലേക്ക് ഇപ്പോൾ വൈശാലി വരിക എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മലയാള സിനിമയുണ്ട്. നമ്മൾ അധികം അത് ആലോചിക്കേണ്ട അല്ലേ. കൊട്ടാരത്തിലേക്ക് ആരാ വരുന്നത്, വൈശാലിയാണ് വരുന്നത്. വൈശാലി വന്നത് പാട്ടും ഡാൻസും ഒക്കെ കളിക്കാനാണ്. പക്ഷെ തൽക്കാലം ഇവിടെ പാട്ട് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കോ. അപ്പൊ രാജഗൃഹത്തില് കൊട്ടാരത്തില് വൈശാലി എന്ത് വന്നു, പാട്ട് പാടാനായിട്ട് വന്നു. പക്ഷെ ഈ പാട്ട് പാടാൻ വന്നപ്പോൾ ഈ വൈശാലിയുടെ പാട്ട് ഭയങ്കര ബോറായിരുന്നു എന്ന് മനസ്സിലാക്കുക. അങ്ങനെയായപ്പോൾ രാജാവ് പറഞ്ഞു, ഗെറ്റ് ഔട്ട് ഹൗസ്, കാട്ടിലേക്ക് നീ പൊക്കോ, വനത്തിലാണ് നിന്റെ പരിപാടികളുള്ളത്, നീ എവിടെയെന്ന് വെച്ചാൽ പോയിക്കോ എന്ന് പറഞ്ഞ് രാജാവ് എന്ത് ചെയ്തു, വനത്തിലേക്ക് ഓടിച്ചു വിടുകയാണ് ഉണ്ടാവുന്നത്. അപ്പൊ രാജഗൃഹത്തിൽ പാട്ട് പാടാൻ വന്ന രാജഗൃഹത്തിൽ വൈശാലി വന്നു. ആ വൈശാലി പാട്ട് പാടാനാണ് വന്നത്. പാട്ട് ബോറായപ്പോൾ എന്ത് ചെയ്തു, വനത്തിലേക്ക് ഓടിച്ചു വിട്ടു എന്നാണ് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കേണ്ടത്. അത് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 4 മോഡൽ കിട്ടും. ഒന്നാമത്തേത് രാജഗൃഹം. രാജഗൃഹത്തിൽ ആരാ വന്നേ, വൈശാലി വന്നു. വൈശാലി എന്തിനാ വന്നേ, പാട്ട് പാടാനാ വന്നേ. പാട്ട് നല്ലതായിരുന്നോ, അല്ല, ബോറായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, വനത്തിലേക്ക് ഓടിച്ചു വിട്ടു. അപ്പൊ രാജഗൃഹം, വൈശാലി, പാടലീപുത്ര, കുന്തളവനം, 4 കിട്ടിയേ. ഇനി ഇത് മാർക്കില്ലല്ലോ. വർഷവും കിട്ടി, സ്ഥലവും കിട്ടി. ഇനി രാജാവ്. രാജാവ് വളരെ സിമ്പിൾ ആണ്. ഒറ്റ കോഡ് AK എന്ന് ഓർത്താൽ മതി. നിങ്ങൾ നോക്കിക്കോ, ആദ്യ അക്ഷരങ്ങൾ അജാതശത്രു, കാലശോകൻ, അശോകൻ, കനിഷ്കൻ. ഇതിലിപ്പോൾ AK വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. അത് ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ അജാതശത്രുവാണ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തേത് കാലശോകൻ, മൂന്നാമത്തേത് മുഴുവൻ അശോകൻ. അങ്ങനെ ഞാൻ പറയാറുള്ളത്. കാല് കഴിഞ്ഞിട്ടാണല്ലോ മുഴുവൻ വരിക. അപ്പൊ കാൽഭാഗം കഴിഞ്ഞു, കാലശോകം കഴിഞ്ഞപ്പോൾ ആര് വന്നു, മുഴുവൻ അശോകം വന്നു. നാലാമത്തെ ആരാണ്, കനിഷ്കനാണ്. കനിഷ്കൻ കുറച്ചും കൂടെ AD-യിലൊക്കെ ജീവിച്ചിരുന്ന ഭരണാധികാരിയാണെന്ന് നമുക്കറിയാം. കുഷാന ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ അതും ഓർത്ത് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അജാതശത്രു ഈ പറയുന്ന ബുദ്ധന്റെയൊക്കെ കാലത്തുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പൊ അത് പഴയ മനുഷ്യനാണ്. അതുകൊണ്ട് എയിൽ നമുക്ക് ആദ്യത്തേത് കിട്ടും. അജാതശത്രു, കാലശോകൻ, മുഴുവൻ അശോകൻ, കനിഷ്കൻ. AK എന്ന് ഓർത്തിരുന്നാൽ മതി. അജാതശത്രു, കാലശോകൻ, മുഴുവൻ അശോകൻ, കനിഷ്കൻ. മുഴുവൻ അശോകൻ തന്നെ പറഞ്ഞു പഠിച്ചോ, കുഴപ്പമില്ല, ഇന്ത്യയില്ല, പിന്നെ തെറ്റില്ല. ഇതാരാ പ്രിസൈഡ് ചെയ്തേ, ഇത് പ്രിസൈഡ് ചെയ്തത് പറയാനായിട്ട് ഞാൻ കാലങ്ങളായിട്ട് പറയാറുള്ളത് ബാഹുബലി എന്ന് പറയുന്ന സിനിമ നിങ്ങളൊന്ന് ഓർക്കുക എന്നുള്ളതാണ് ഞാൻ പറയാറുള്ളത്. ബാഹുബലിയിൽ ആരുണ്ട്, കട്ടപ്പയുണ്ട് അല്ലേ. കട്ടപ്പയ്ക്ക് പകരം ഇവിടെ കസബ അല്ലെങ്കിൽ കശ്യപ എന്നും കാണാറുണ്ട്. അപ്പൊ കശ്യപ, കസബ, കട്ടപ്പ ആരായാലും ഒന്ന് തന്നെ. ബാഹുബലിയിൽ പിന്നുള്ളത് ആരാ, ശിവഗാമി ഉണ്ട് അല്ലെ. ശിവഗാമിക്ക് പകരം സഭാഗാമിയാണ്. രണ്ടാമത്തേത് ആരാണ്, ശബഗാമിയാണ്. അപ്പൊ കട്ടപ്പയെ ആരാ വിളിക്കുന്നത്, ശിവഗാമിയെ വിളിക്കുന്നത്. അപ്പൊ ആദ്യം കശ്യപ വന്നു, രണ്ടാമത് ആര് വന്നു, സഭാഗാമി വന്നു. മൂന്നാമത്തെ ഓർക്കാൻ എളുപ്പമാണ്. അതിൽ ആ കാലകേന്റെ റോൾ ചെയ്ത് വന്ന ആൾ എന്ന് പറയുന്ന ഭാഷയുണ്ടല്ലോ, മൊഗാലി പുട്ട ടിസ്സ അല്ലെ, അങ്ങനെയല്ലേ പറയാ, മുഗാലി പുട്ട ടിസ്സ, അങ്ങനെയല്ലേ വായിക്കും മൂപ്പര്. അപ്പൊ മൂന്നാമത്തേത് ആ കാലകേൻ പറയുന്നതായിട്ട് അങ്ങോട്ട് ഓർക്കുക, മൊഗാലി പുട്ട ടിസ്സ. നാലാമത്തേത് നമ്മുടെ പാവം വാസുണ്ണൻ വസുമിത്രയാണെന്നും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പൊ ഇങ്ങനെ ഈ 16 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഇതിൽ അറഞ്ചം പുറഞ്ചം അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ചോദിക്കും. ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ 3-ാം ബുദ്ധമത സമ്മേളനം ചോദിച്ചേക്കുന്നത്. മനസ്സിൽ ഇത്രയും ആലോചിച്ചാൽ മതി. രാജഗൃഹത്തിൽ വൈശാലി പാട്ട് പാടാൻ പോയി. അപ്പൊ രാജഗൃഹം, വൈശാലി, പാടലീപുത്ര. മൂന്നാമത്തെ ആളെയാണ് നമുക്ക് വേണ്ടത്. 3-ാം ബുദ്ധമത സമ്മേളനം എവിടെയാണ് നടന്നതെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സോറി, സ്ഥലമല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ആര് നടത്തിയെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ സിമ്പിളായി. AK അജാതശത്രു, കാലശോകൻ. മൂന്നാമത്തെ ആരാണ്, മുഴുവൻ അശോകൻ. ദേ മുഴുവൻ അശോകൻ. ബാക്കി പറയുന്ന പോലെ ആളുകൾ പോലില്ല. കനിഷ്കൻ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്കറിയാം കനിഷ്കൻ അവസാനത്തെയാണ്. AK ആണ്. മൂന്നാമത്തെ ആൾ ആരായേ പറ്റൂ, എയിൽ തുടങ്ങുന്ന ആളായേ പറ്റൂ. ആ എയിൽ തുടങ്ങുന്ന ഒറ്റ പേരേ ഉള്ളൂ, അതാരാണ്, അശോകനാണ്. അജാതശത്രു, അജാതശത്രു, കാലശോകൻ, മുഴുവൻ അശോകൻ, കനിഷ്കൻ തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർക്കുക. ഇനി ഞാനത് പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, പഠിച്ചെടുത്തേ പറ്റൂ. ഈ പറഞ്ഞ കോഡ് വളരെ സിമ്പിളാണ് പഠിക്കാനായിട്ട്. ഇനിയും എന്ത് ചെയ്യും, നല്ലോണം ചോദ്യം വരുന്ന എന്ത് ചെയ്യുക, മറക്കാതിരിക്കുക. സെറ്റല്ലേ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആൻഷ്യൻ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ്. എഗെയിൻ അങ്ങനെ അധികം കണ്ടിട്ടുള്ളതല്ല. അതെന്തായാലും ആൻഷ്യൻ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് രഘുവംശമോ വിഷ്ണു പുരാണമോ ഋതുസംഹാരയോ അല്ല. ഇതിൻ്റെ ആ ഒരു പൗരാണികമായ ബുദ്ധിസ്റ്റ് പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്. അഭിധർമ്മഘോഷ എന്ന് പറയുന്നത് കണ്ടിട്ടുള്ളൊരു ചോദ്യമല്ല, എന്നിരിക്കലും ഓർത്തു വയ്ക്കുക. ഇത് എഴുതിയ ആളുടെ പേരെന്ന് പറയുന്നത് വസുബന്ധു അല്ലെങ്കിൽ വാസുബന്ധു എന്നാണ്. വസുബന്ധു, BANDHU, വാസുബന്ധു അല്ലെങ്കിൽ വസുബന്ധു എന്നാണ് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇതിൽ ചോദിക്കാറുള്ളൊരു 2 പുസ്തകങ്ങളുണ്ട്, രഘുവംശവും ഋതുസംഹാരിയും. രണ്ടും ചോദിക്കാറുള്ളതാണ്. ആരാണ് ഓദർ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. രണ്ടിൻ്റെയും ഓദർ ഒന്നാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഇത് രണ്ടും എഴുതിയത് നമ്മുടെ മഹാനായ കാളിദാസന്റെ സൃഷ്ടികളാണ് ഇതെന്ന് പറയുന്നത്. ഈ പറയുന്ന ഋതുസംഹാരയായാലും അതുപോലെ തന്നെ
രഘുവംശമായാലും എഴുതിയത് കാളിദാസനാണെന്ന് എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക. ഒപ്പം ഒരു കാര്യം ജസ്റ്റ് ഓർത്താൽ മതി, അഭിധർമ്മഘോഷ എന്ന് പറയുന്ന ആരുടേതാണ്? വാസുബന്ധുവിൻ്റെ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇന്നേ വരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. ദേ പിടിച്ചു അടുത്ത ചോദ്യം. വാട്ട് ഡു പെയിന്റിങ്സ് അറ്റ് അജന്ത കേവ്സ് ഇല്ലുസ്ട്രേറ്റ്? അജന്ത ഗുഹകളിലെ പെയിന്റിംഗ് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് രാമായണത്തിലെ കഥകളോ മഹാഭാരതത്തിലെ കഥകളോ വേദങ്ങളിലെ കഥകളോ അല്ല, അത് ജാതക കഥകളെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ജാതക കഥകൾ ആരുടെ മുജന്മ കഥകളായിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ബുദ്ധന്റെ ഗൗതമ ബുദ്ധന്റെ മുജന്മ കഥകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ജാതക കഥകളെ വിശ്വസിക്കുന്നത്. സെറ്റല്ലേ? എന്നാ പിടിച്ചു അടുത്ത ചോദ്യം. നല്ലോണം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയ ആണ് ബുദ്ധിസവും എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നുള്ള മറ്റൊരു ചോദ്യമാണ്, ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ക്യാൻ വി ഫൈൻഡ് ദ പ്രിസർവ്ഡ് ബുദ്ധിസ്റ്റ് കേവ്സ് കോൾഡ് കാർല? NCERT ആണ്. കാർല കേവ്സ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഉള്ളത് എന്നാണ് എന്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. റോക്കിൽ കൊത്തിയെടുത്ത കല്ലിൽ കൊത്തിയെടുത്ത ഗുഹകളാണ് അതുള്ളത്. ബീഹാറിലോ കർണാടകയിലോ ഉത്തർപ്രദേശിലോ അല്ല. ഈ കാർല കേവ്സ് ഉള്ളത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് എന്ന് എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക. ഡയറക്റ്റ് ചോദ്യമാണ്. കാർല ബുദ്ധിസ്റ്റ് കേവുകൾക്ക് എക്സാമ്പിൾ ആണ്. അതുള്ളത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണെന്ന് എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ബുദ്ധിസത്തിൽ നിന്നും ഈ പറയുന്നത് പോലെ ആൻഷ്യൻ ഇന്ത്യയിൽ നിന്നും കഴിഞ്ഞ NTPCക്ക് എന്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ആരെ പറ്റിയാണ്? ജൈനമതത്തെ പറ്റി, വർദ്ധമാന മഹാവീരനെ പറ്റിയുമാണ് എന്ത് ചെയ്യാനുള്ളത്, ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ജൈനിസത്തിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം ഓൾറെഡി നമ്മൾ സംസാരിച്ച ചോദ്യം തന്നെയാണ്. ഹു വാസ് ദ 24th ജൈൻ തീർത്ഥങ്കര? ജൈനമതത്തില് 24 തീർത്ഥങ്കരന്മാരാണ് വന്നിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിൽ ആദ്യത്തെ തീർത്ഥങ്കരന്റെ പേര് ഋഷഭദേവൻ എന്നും 24ാമത്തെ തീർത്ഥങ്കരന്റെ പേര് വർദ്ധമാന മഹാവീരൻ എന്നും, ആ വർദ്ധമാന മഹാവീരനാണ് ജൈനിസം എന്ന് പറയുന്ന മതം സ്ഥാപിച്ചതെന്നും എന്ത് ചെയ്യുകയുണ്ടായി, നമ്മൾ ഓൾറെഡി പറയുകയുണ്ടായി. അപ്പൊ അത് ആദ്യം തന്നെ ഓർത്തു വെക്കുക. ഒന്നാമത്തെ ജൈന തീർത്ഥങ്കരൻ ഋഷഭദേവനും 24ാമത്തെ ജൈന തീർത്ഥങ്കരൻ അല്ലെങ്കിൽ അവസാനത്തെ ജൈന തീർത്ഥങ്കരനാണ് ആരെന്ന് പറയുന്നത് വർദ്ധമാന മഹാവീരൻ എന്നും എന്ത് ചെയ്യുക ഓർത്തു വെക്കുക. ഇനി ഇവിടെ നിന്ന് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ജൈനൻ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ജീന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കാറുണ്ട്. ജീന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കോൺക്വറർ എന്നാണ്, കീഴടക്കിയവൻ എന്നാണ്. തന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം കീഴടക്കിയ സമാധാനപരമായി ജീവിക്കുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജൈനൻ അല്ലെങ്കിൽ ജീനൻ എന്ന് പറയുന്നത്. അപ്പൊ ജീന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കോൺക്വറർ അല്ലെങ്കിൽ കീഴടക്കിയവനാണെന്നും കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഒന്നാമത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവനാണ്, 24ാമത്തേത് മഹാവീരനാണ്. ഒരെണ്ണം കൂടെ അവിടെ ഇവിടെയൊക്കെ ചോദിച്ച് കാണാറുണ്ട്. 23ാമത്തെ തീർത്ഥങ്കരന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് പാർശ്വനാഥ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു. അതുകൊണ്ട് അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 23ാമത്തെ തീർത്ഥങ്കരന്റെ പേരാണ് എന്തെന്ന് പറയുന്നത് പാർശ്വനാഥ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ എന്ത് ചെയ്യുക ഇതിന്റെ കൂടെ ഓർത്തു വെക്കാം. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ലോർഡ് മഹാവീരാസ് ഒറിജിനൽ നെയിമീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം മഹാവീരന്റെ ശരിക്കും പേരെന്ന് പറയുന്നത് വർദ്ധമാന മഹാവീരൻ എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ലോർഡ് മഹാവീരന്റെ ശരിക്കും പേര് എന്താണ്? വർദ്ധമാന മഹാവീരൻ എന്നാണ്. ഈ സിദ്ധാർത്ഥ എന്ന് പറയുന്നത് ആരുടെ ശരിക്കും പേരാണെന്ന് എല്ലാവർക്കും അറിയാലോ. സിദ്ധാർത്ഥ എന്ന് പറയുന്നത് ഗൗതമ ബുദ്ധന്റെ ശരിക്കും പേരാണ് അല്ലെ, അല്ലെങ്കിൽ ബുദ്ധന്റെ ശരിക്കും പേരാണ് എന്തെന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ എന്നും എന്ത് ചെയ്യുന്നതാണ് നമുക്ക് അറിയുന്നതാണ്. അടുത്തത്, ഹു ഈസ് ദ ഓതർ ഓഫ് അഷ്ടധ്യായി ആൻഡ് ആൻഷ്യൻ സാൻസ്ക്രിറ്റ് ബുക്ക്? പഴയകാലത്തെ പുസ്തകങ്ങളിൽ ഒന്നായിട്ടുള്ള അഷ്ടധ്യായി എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് ബുക്ക് എഴുതിയത് ആരാണെന്ന് ചോദിച്ചേക്കുന്നത്. അഷ്ടധ്യായി എന്ന് പറയുന്നത് സംസ്കൃത ഗ്രാമറിനെ പറ്റി സംസാരിക്കുന്ന ഒരു പുസ്തകമാണ്. സംസ്കൃത ഗ്രാമറിനെ പറ്റി സംസാരിക്കുന്ന ഏറ്റവും ആദ്യത്തെ പുസ്തകങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ പുസ്തകം തന്നെയാണ് അഷ്ടധ്യായി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് എഴുതിയ ആളുടെ പേര് പാണിനി എന്നാണ്. പാണിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാൻസ്ക്രിറ്റ് ഗ്രമേറിയൻ ആയിരുന്നു. അതും പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ പറയുന്ന പാണിനി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. ഈ പറയുന്ന പാണിനി ബന്ധപ്പെട്ടിരിക്കുന്ന കേരള പാണിനി എന്നൊക്കെ നമ്മൾ പറയാറില്ല. അപ്പൊ ഈ ഗ്രാമർ എക്സ്പേർട്ടുകളെയാണ് നമ്മൾ പൊതുവെ എന്ത് ചെയ്യുന്നത്, പാണിനി എന്ന് പറയുന്ന പേര് ചേർത്ത് പറയുന്നത്. അപ്പൊ സാൻസ്ക്രിറ്റ് ഗ്രമേറിയൻ ആയിരുന്നു. സാൻസ്ക്രിറ്റിലെ വൺ ഓഫ് ദി എന്താ പറയുക ആദ്യത്തെ ആളുകളിൽ ഒരു ഗ്രമേറിയൻസിൽ ആദ്യത്തെ ആളുകളിൽ ഒരാളാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ആളാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം എഴുതിയ ബുക്കാണ് ഏതെന്ന് പറയുന്നത് അഷ്ടധ്യായി എന്ന് ഓർത്തു വെക്കുക. പതാഞ്ജലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യോഗയുമായി ബന്ധപ്പെട്ട അല്ലെ യോഗസൂത്ര എന്ന് പറയുന്ന പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ആരെന്ന് പറയുന്നത് പതാഞ്ജലി എന്നും എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, പാണിനി വാസ് എ ഫേമസ് സാൻസ്ക്രിറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, പോയറ്റ് അല്ല, നോവലിസ്റ്റ് അല്ല, റൈറ്റർ അല്ല. പാണിനി എന്ന് പറയുന്നത് എന്താണ്, സംസ്കൃത ഗ്രാമറിലെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് പാണിനി എന്ന് ചെയ്യുക ഓർത്തു വെക്കുക. ഈ പാണിനി ഇവിടെ വരേണ്ടതല്ല, അഷ്ടദേവി ഇവിടെ വരേണ്ടതല്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ, അതും കൂടെ ഇവിടെ നിന്ന് ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ദ ഒറിജിനൽ നെയിം ഓഫ് മഹാഭാരത ഈസ്. മഹാഭാരതത്തിന്റെ ശരിക്കും പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാം, അങ്ങനെ മഹാഭാരതത്തിന് ഒരു ശരിക്കും പേരുണ്ടോ എന്നുള്ളത്. മഹാഭാരതം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിളിപ്പേര് പോലെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും പേര് അത് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാം,
മറ്റൊരു പേര് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾസോ നോൺ ആസ് മഹാഭാരത എന്ന് വേണമെങ്കിൽ അവർക്ക് ചോദിക്കായിരുന്നു. ഒറിജിനൽ നെയിം എന്ന് ചോദിച്ചതിൽ എനിക്കും ഒരു ചെറിയ വിരോധമുണ്ട്. പക്ഷെ നമ്മുടെ വിരോധത്തിനോട് വിലയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. മഹാഭാരതത്തിന്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു മറ്റൊരു പേരാണ് ഇതെന്ന് പറയുന്നത്, ജയസംഹിത അല്ലെങ്കിൽ വിഷ്ണു സംഹിത എന്നൊക്കെ പറയാറുണ്ട്. ജയസംഹിത എന്ന് പറയുന്നത് മഹാഭാരതത്തിന്റെ മറ്റൊരു പേരാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ആരാണ് മഹാഭാരതം എഴുതിയത്? എല്ലാവർക്കും അറിയുന്നതാണെങ്കിൽ കൂടെ കുറച്ച് പോയിന്റിലൂടെ ഞാൻ പറഞ്ഞുതരാം. വേദവ്യാസനാണ് എന്ത് ചെയ്യുന്നത്, മഹാഭാരതം എഴുതിയത് അല്ലെ. ഒന്നിൽ കൂടുതൽ ആളുകൾ വേദവ്യാസനായി ഉണ്ടായിരുന്നു. വ്യസിക്കുന്നവനാണ് വ്യാസൻ എന്നൊക്കെ നമുക്ക് അറിയുന്നതാണ്. എന്തായാലും മഹാഭാരതം എഴുതിയതാരാണ്? വേദവ്യാസനാണ്. പിന്നൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം, എപ്പിക് എപ്പിക് എന്ന് വെച്ചാൽ എന്താണ്? ഇതിഹാസമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമാണ് ഇതെന്ന് പറയുന്നത് മഹാഭാരതം എന്ന് പറയുന്നത്. ഇതിനകത്ത് 18 പർവ്വങ്ങളുണ്ട് അല്ലെ. ഭീഷ്മപർവ്വം എന്നൊക്കെ പറയുന്ന ഒരുപാട് ഒരുപാട് പർവ്വങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട പർവ്വമാണ് ഭീഷ്മപർവ്വം. അങ്ങനെ എത്ര പർവ്വങ്ങളുണ്ട്? 18 പർവ്വങ്ങളുണ്ട്. ഇനി പർവ്വം എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തൽക്കാലം നമ്മൾ ബുക്കൊക്കെ വായിക്കുമ്പോൾ ചാപ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ കാണൂലേ, അതുപോലുള്ള ക്ലാസിഫിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 18 പർവ്വങ്ങളും ഏകദേശം 1,00,000 വരികളും ഏതിനകത്ത് അടങ്ങിയിട്ടുണ്ട്? ഈ പറയുന്ന മഹാഭാരതത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. രാമായണത്തിനേക്കാളൊക്കെ ഒരുപാട് വലുതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന മഹാഭാരതം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇടയിൽ പറഞ്ഞൊരു പർവ്വമായിരുന്നു ഏതെന്ന് പറയുന്നത്, ഭീഷ്മപർവ്വം എന്ന് പറയുന്നത്. ഈ ഭീഷ്മപർവ്വത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ചോദ്യം ഇങ്ങനെയാണ് വരാറുള്ളത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഭഗവത്ഗീത അല്ലെ, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന്, നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ എന്തിനു ദുഃഖിക്കുന്നു, അതുപോലെ നീ വരുമ്പോൾ കൊണ്ടുവന്നതാണോ, തിരിച്ചു വരുമ്പോൾ നീ വല്ലതും കൊണ്ടുപോവോ, ഇല്ല അല്ലെ എന്ന വളരെ പ്രശസ്തമായ കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്ന ഭാഗം ഭഗവത്ഗീത എന്നറിയപ്പെടുന്നു. ഈ ഭഗവത്ഗീത ഭീഷ്മപർവ്വത്തിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്താണ്. അപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഭഗവത്ഗീത ഏത് പർവ്വത്തിൽ നിന്നുമാണ് എക്സ്ട്രാക്ട് ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. ഭഗവത്ഗീത ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ഭീഷ്മപർവ്വം. BH എന്ന് എന്ത് ചെയ്താൽ മതി, ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? മഹാഭാരതം എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേര് ജയസംഹിത എന്നാണ്. എഴുതിയ ആളുടെ പേര് വേദവ്യാസൻ എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമാണ്. 18 പർവ്വങ്ങൾ, വെരി ഇമ്പോർട്ടൻറ്റ്. 1,00,000-ഓളം വരികളും ഇതിനകത്തുണ്ട്. ഭീഷ്മപർവ്വം എന്ന് പറയുന്നതിൽ നിന്നാണ് എന്തെടുത്തിരിക്കുന്നത്, ഭഗവത്ഗീത എടുത്തിരിക്കുന്നു. എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഈ വേദങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ 1-2 ബുക്കുകളും അതുപോലെ തന്നെ മഹാഭാരതത്തെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം കൂടി ഇൻക്ലൂഡ് ചെയ്താണ്. കൃത്യമായ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നതല്ല എന്ന് എനിക്കറിയാം. ബട്ട് അത് ഇനിയിപ്പോൾ വേറെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണ്ടല്ലോ, നിങ്ങൾക്ക് ചോദ്യം കിട്ടുക എന്നുള്ളതല്ല, അതുകൊണ്ട് അത് ചെയ്താണ്. അത് എന്താ പറയുക, അതിലുണ്ടായ ഒരു അസൗകര്യം ഒന്ന് ക്ഷമിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്കിൽ നിന്നാണ്. മഹാജനപദങ്ങളാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, സ്റ്റോൺ ഏജ് കഴിഞ്ഞിട്ട് പിന്നെ സെറ്റിൽമെന്റ് ഉണ്ടാവുന്നത് എവിടെയാണ്? ഈ പറയുന്ന നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ എന്തുണ്ട്? ആൻഷ്യൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റിൽ ആവുന്നുണ്ട് അല്ലേ. പിന്നെ ആ ഭാഗങ്ങളിൽ തന്നെ ഏർലി വേദിക് പീരീഡിലെ ആളുകൾ താമസിക്കുന്നുണ്ട്. എന്നിരിക്കലും ലേറ്റർ വേദിക് പീരീഡ് വരുമ്പോഴത്തേക്കും എങ്ങോട്ട് വരുന്നുണ്ട്? ഈ പറയുന്ന ഈസ്റ്റേൺ ഗാംഗറ്റിക് പ്ലെയിൻസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ അവരുടെ സെറ്റിൽമെന്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടായ സെറ്റിൽമെന്റുകളിൽ നിന്ന് ജനപദങ്ങൾ ഉണ്ടായി. ജനപദങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം, അഥവാ ഇന്നത്തെ കാലത്ത് നമുക്ക് രാജ്യം എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ. അതിൽ ചില രാജ്യങ്ങൾ സ്വാഭാവികമായിട്ടും എന്തായി, കുറച്ചും കൂടെ ശക്തമായി, കുറച്ചും കൂടെ നല്ല അധികാരങ്ങളും കുറച്ചും കൂടെ നല്ല ഭരണങ്ങളും അവിടെ ഉണ്ടായി. അപ്പൊ അത്തരത്തിൽ അങ്ങനെ മാറിയ ജനപദങ്ങളെ മഹാജനപദങ്ങൾ എന്ത് ചെയ്തു, കാലക്രമേണ നമ്മൾ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ 16 മഹാജനപദങ്ങളാണ് എന്ത് ചെയ്തിരുന്നത്, നമുക്ക് ഉണ്ടായിരുന്നത്. ആ 16 മഹാജനപദങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്രോണോളജി കറക്റ്റ് ആണ്. സ്റ്റോൺ ഏജ് കഴിഞ്ഞു, ഇൻഡസ് വാലി സിവിലൈസേഷൻ കഴിഞ്ഞു, ബുദ്ധമതവും ജൈനമതവും അത് കഴിഞ്ഞിട്ടാണ്. അതിനോടൊപ്പം അത് ഈ ഒരു കാലഘട്ടത്തിലാണ്, മഹാജനപദങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ പറയുന്ന ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞ സ്റ്റോൺ ഏജ്, ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് ഏജ്, പിന്നെയാണ് ഇനി ഏത് വരുന്നത്, മഹാജനപദാസ് വരുന്നത്. എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ക്രോണോളജി അതൊക്കെ കയ്യിലിരുന്നോട്ടെ. ഈ മഹാജനപദാസിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ കിങ്ഡം ഓഫ് മഗധ? ഈ മഹാജനപദങ്ങളിലെ ഏറ്റവും ശക്തമായ ഭരണം നടന്ന സ്ഥലമായിരുന്നു ഏതെന്ന് പറയുന്നത്, മഗധ എന്ന് പറയുന്നത്. ആ മഗധയുടെ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ മഗധയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഈ ഓപ്ഷൻ സത്യം പറഞ്ഞ ചോദ്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ഒരു സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന ക്യാപിറ്റലാണ് ഇതെന്ന് പറയുന്നത്, രാജഗൃഹം എന്ന് പറയുന്നത്. പിന്നീട് ഈ രാജഗൃഹത്തിൽ നിന്നും ഉദയീൻ എന്ന് പറയുന്ന ഭരണാധികാരി എങ്ങോട്ട് മാറ്റുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടലീപുത്രത്തിലേക്ക്. പാടലീപുത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പാറ്റ്നയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ മാറ്റുന്നുണ്ട്. ഇവിടെ പാടലീപുത്ര ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നം പറയാനില്ല. പക്ഷെ കുറച്ചും കൂടെ കറക്റ്റായിട്ട് ചോദിക്കണമായിരുന്നുവെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് ക്യാപിറ്റൽ ഓഫ് ദ കിങ്ഡം മഗധ എന്നെങ്കിലും ഒരു ചോദിക്കണമായിരുന്നു. ഇവിടെ ഓപ്ഷനിൽ പാടലീപുത്ര ഇവിടെ വന്നിരുന്നത് നമ്മൾ പെട്ടു. കാരണം രണ്ടും എന്ത് തന്നെയാണ്, കറക്റ്റ് ആൻസർ തന്നെയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇവിടെ 1-2 ചോദ്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാണ്ട് കറക്റ്റായിട്ട്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, മഗധയുടെ ക്യാപിറ്റലാണ് ഇതെന്ന് പറയുന്നത് രാജഗൃഹം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബുദ്ധമതത്തിന്റെ വെന്യൂസ് പഠിക്കുമ്പോൾ. ആ രാജഗൃഹം തന്നെയാണ് ഈ രാജ്ഗിർ എന്ന് പറയുന്നത്. ആ ഈ രാജ്ഗിറും പാടലീപുത്രയും ക്യാപിറ്റലാണ്. പിന്നീട് ഈ പാടലീപുത്രയിലേക്ക് ക്യാപിറ്റൽ മാറ്റുന്നത് ഉദയനാണ്. അത് ഈ NTPC തന്നെ ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഉദയനാണ് എന്ത് ചെയ്യുന്നത്, പാടലീപുത്രത്തിലേക്ക് രാജഗൃഹത്തിൽ നിന്നും ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്ന ഭരണാധികാരി എന്നും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി ഈ ബാക്കി തന്നിട്ടുള്ള വൈശാലിയും ഉജ്ജയിനിയും
കൗശംബി എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പല ജനപദങ്ങൾ 16 ജനപദങ്ങൾ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും ശക്തമായിരുന്നു മഗധ എന്ന് പറയുന്നത്. വേറെയും എന്തുണ്ട് അവിടെ ജനപദങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അതിൽ തന്നെ ക്യാപിറ്റലുകളാണ്. ഈ വൈശാലി എന്ന് പറയുന്നത് അന്നുണ്ടായിരുന്ന വാജി എന്ന് പറയുന്ന ജനപദത്തിന്റെ ക്യാപിറ്റലാണ്. ഉജ്ജയിൻ എന്ന് പറയുന്നത് അവന്തി എന്ന് പറയുന്ന ജനപദത്തിന്റെ ക്യാപിറ്റലാണ്. കൗശംബി എന്ന് പറയുന്നത് വത്സയുടെ ക്യാപിറ്റലാണ് ഇതെന്ന് പറയുന്നത് കൗശംബി എന്ന് പറയുന്നത്. ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ തൽക്കാലം ഇത് ആലോചിച്ചാൽ മതി. മഗധയുടെ തലസ്ഥാനം ആദ്യം രാജഗൃഹമായിരുന്നു. പിന്നീട് അത് പാടലിപുത്രമായി. അത് മാറ്റിയ ഭരണാധികാരിയുടെ പേര് ഉദയനാണെന്നും എന്ത് ചെയ്താൽ മതി? ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ദേ അടുത്ത ചോദ്യം അത് തന്നെയാണ്. ഉദയൻ ഷിഫ്റ്റഡ് ദ ക്യാപിറ്റൽ ഓഫ് മഗധ ഫ്രം ഡാഷ് ടു പാടലിപുത്ര. എവിടെ നിന്ന് എവിടേക്കാണ്? കഥ മൊത്തം ഇപ്പം ഞാൻ പറഞ്ഞതാണ്. രാജഗൃഹത്തിൽ നിന്ന് പാടലിപുത്രയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കാലത്ത് ഉദയൻ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ചോദ്യം. ഹു ഹാസ് വൺ ദ ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് എന്ന് പറയുന്ന യുദ്ധം നടക്കുന്നത് പോറസ് വേഴ്സസ് അലക്സാണ്ടർ ആണ് അല്ലേ? പോറസ് വേഴ്സസ് അലക്സാണ്ടർ ആണ് എന്ത് ചെയ്യുന്നത്? ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് നടക്കുന്നത്. ഏതാ വർഷം? ഏത് വർഷം ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് നടക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ ഇതിനെ പറ്റി വരാറുണ്ട്. ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് നടക്കുന്നത് 326 BC-യിലാണ് എന്ത് ചെയ്യുന്നത്? ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് നടക്കുന്നത്. രണ്ടാമതായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്, ഏത് നദിയുടെ തീരത്താണ് ഈ പറയുന്ന ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് നടന്നത്? ജലം നദിയുടെ തീരത്താണ് ഈ പറയുന്ന ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് നടന്നത്. ആര് ജയിച്ചു? അലക്സാണ്ടർ ജയിച്ചു. ഇങ്ങനെ പടയോട്ടം നടത്തി 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 പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു എതിർപ്പും കിട്ടാതെ ഇങ്ങനെ വന്ന അലക്സാണ്ടറിന് കുറേ കാലങ്ങൾക്ക് ശേഷം നല്ല ശക്തമായ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ശക്തമായ ഒരു യുദ്ധം കിട്ടിയ സ്ഥലമായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ജലം നദിക്കരയിലെ യുദ്ധക്കളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ സംപ്രീതനായ അലക്സാണ്ടർ ചക്രവർത്തി എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന പോലെ പോറസിന് ഈ താൻ പിടിച്ചെടുത്ത സ്ഥലം, അതായത് ഈ യുദ്ധം ജയിച്ചല്ലോ, യുദ്ധം ജയിച്ചെങ്കിലും കുഴപ്പമില്ല, നിന്റെ ഇതിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, നിന്റെ ഡിഫൻസിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോറസിന് എന്നെ തിരിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യണം? അലക്സാണ്ടർ തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് അലക്സാണ്ടർ മലേറിയ വന്ന് ബാബിലോണിയിൽ വെച്ച് മരണപ്പെട്ടു എന്നാണ് കഥ. പക്ഷെ അത് മലേറിയ അല്ല എന്നും പലരും ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കൊന്നു കളഞ്ഞതാണെന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കഥകളുണ്ട്. വാട്ടെവർ, എന്തായാലും അലക്സാണ്ടർ പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു? മരണപ്പെട്ടു. നമ്മൾ പറഞ്ഞു വന്ന കഥ ആയിരുന്നില്ല. ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് ഓർക്കേണ്ടുന്ന പോയിന്റുകൾ. ആദ്യം ഓർക്കേണ്ടത് ആരൊക്കെ തമ്മിൽ? പോറസ് വേഴ്സസ് അലക്സാണ്ടർ ആണ്. പോറസ് തോറ്റു, പക്ഷേ സംപ്രീതനായ അലക്സാണ്ടർ എന്ത് ചെയ്തു? സ്ഥലം തിരിച്ചു കൊടുത്തു എന്ന് ഓർക്കുക. നടന്ന വർഷം 326 BC. നടന്ന നദിക്കര ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിക്കാറുണ്ട്. ജലം നദിയുടെ തീരത്താണെന്ന് എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഓർത്തു വയ്ക്കുക. പലപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളതാണ്? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അതും കിട്ടിയില്ലേ? നമ്മളപ്പോൾ എന്ത് പഠിച്ചു? നമ്മൾ മഹാജനപദങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചു അല്ലേ? ഇതൊക്കെ ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഇതൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മൗര്യന്മാരെ പറ്റിയാണ്. മൗര്യന്മാരുമായി ബന്ധപ്പെട്ട അശോക ചക്രവർത്തിയുടെ ഒക്കെ കഥ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഹു റോട്ട് ദ പ്ലേ മുദ്രാ രാക്ഷസ? മുദ്രാ രാക്ഷസ എന്ന് പറയുന്നത് ഒരു സാൻസ്ക്രിറ്റ് ഡ്രാമയാണ്. അത് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. ഏത് ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് മുദ്രാ രാക്ഷസ എന്ന് ചോദിക്കാറുണ്ട്. ഒരു സംസ്കൃത ഡ്രാമയാണ്. പ്ലേ എന്ന് വെച്ചാൽ അറിയാലോ, ഡ്രാമ, നാടകമാണ് ഇതെന്ന് പറയുന്നത്. മുദ്രാ രാക്ഷസ എന്ന് പറയുന്നത്. ഇത് എഴുതിയ വ്യക്തിയുടെ പേര് വിശാഖദത്ത എന്നാണ്. ഇതിപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഈ മൗര്യൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ വിശാഖദത്തയും മുദ്രാ രാക്ഷസയൊക്കെ ഇവിടെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കും. കണക്ഷൻ വളരെ സിമ്പിളാണ്. നമുക്ക് മൗര്യന്മാരെ പറ്റി പഠിക്കാൻ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ ഒന്നാണ്, ആ കാലത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന വിശാഖദത്ത എന്ന് പറയുന്ന ഓഥറുടെ സംസ്കൃത ഡ്രാമയായിട്ടുള്ള മുദ്രാ രാക്ഷസ എന്ന് പറയുന്നത്. വേറെ ഏതൊക്കെയായിരുന്നു മൗര്യന്മാരെ പറ്റി പഠിക്കാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അർത്ഥശാസ്ത്ര അല്ലേ? മൗര്യന്മാർ അധികാരത്തിൽ കയറുന്നതിന് ആരാണ്? ഈ അർത്ഥശാസ്ത്രം എഴുതിയിട്ടുള്ള കൗടില്യനാണ് എന്ത് ചെയ്യുന്നത്? ഈ അർത്ഥശാസ്ത്രം എഴുതിയിട്ടുള്ള കൗടില്യനാണ് മൗര്യന്മാരെ എന്ത് ചെയ്യുന്നത്? അധികാരത്തിൽ കയറ്റുന്നത്. ഒരു കാര്യം കൂടെ ഓർത്തു വെക്കുക, ഈ കൗടില്യന്റെ തന്നെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ചാണക്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്തു വെക്കുക, ചാണക്യനും കൗടില്യനും വിഷ്ണുഗുപ്തനും എല്ലാം എന്ത് തന്നെയാണ്? ഒരേ ആൾ തന്നെയാണെന്ന് ഓർത്തു വെക്കുക. എഴുതിയത് എന്തായാലും ഇവർ 3 പേരും ഒരാൾ തന്നെ ആയതുകൊണ്ട് അവർ എഴുതിയ ബുക്കാണ് ഏതെന്ന് പറയുന്നത്? അർത്ഥശാസ്ത്ര എന്ന് ഓർത്തു വെക്കുക. രണ്ടാമത്തെ നമ്മൾ ഒരെണ്ണം പറഞ്ഞു, വിശാഖദത്ത എഴുതിയിട്ടുള്ള മുദ്രാ രാക്ഷസിയാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഒരു ബുക്ക് ഉണ്ട്, സഞ്ചാരിയായിരുന്ന മെഗസ്തനീസ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് ഇൻഡിക്ക എന്ന് പറയുന്നത്. ഇതിന്റെ ഇപ്പോൾ കോപ്പികളൊന്നും എക്സിസ്റ്റിംഗ് അല്ല. പലരും കോട്ട് ചെയ്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മെഗസ്തനീസ് എന്ന് പറയുന്ന സഞ്ചാരി എഴുതിയിട്ടുള്ള ഇൻഡിക്ക എന്ന് പറയുന്ന പുസ്തകം എന്താണ്? ഈ കാലഘട്ടത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. ഈ 3 പുസ്തകങ്ങളും ഓഥർ ആരാണെന്ന് തന്നെയാണ് ചോദിക്കാറുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഇത് പറഞ്ഞ് തുടങ്ങി വെച്ചത്. മൗര്യന്മാരുടെ കാലഘട്ടത്തെ പറ്റി പഠിക്കാൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സോഴ്സുകളാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ എഴുതിയിട്ടുള്ള അർത്ഥശാസ്ത്ര, അതുപോലെ തന്നെ വിശാഖദത്ത എഴുതിയിട്ടുള്ള സംസ്കൃത ഡ്രാമയായിട്ടുള്ള മുദ്രാ രാക്ഷസ, മെഗസ്തനീസ് എഴുതിയിട്ടുള്ള ഇൻഡിക്ക എന്നും കൂടി എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഇതെല്ലാം എന്ത് ചെയ്തിട്ടുള്ളതാണ്? പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. കോട്ടെ അടുത്ത ചോദ്യത്തിലേക്ക്. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം.
ഹൂ മെൻഷൻഡ് അധ്യക്ഷാസ് ആസ് ദ സൂപ്രണ്ട്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ. മൗര്യൻ അഡ്മിനിസ്ട്രേഷന്റെ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റുകളുടെ സൂപ്രണ്ടുകളെ അധ്യക്ഷാസ് എന്നാണ് വിളിക്കുന്നത് എന്ന് മെൻഷൻ ചെയ്തത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് മെൻഷൻ ചെയ്യുന്നത് ഗ്രീക്ക് അംബാസഡർ ആയിരുന്ന ഇന്ത്യയിലേക്ക് സഞ്ചാരിയായി വന്ന മെഗസ്തനീസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തരത്തിൽ അധ്യക്ഷാസ് എന്നുള്ള കാര്യം എന്ത് ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതും അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ചോദ്യമല്ല, പക്ഷെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. സപ്താംഗ രാജ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, സപ്താംഗ രാജ്യ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. സപ്ത എന്ന് വെച്ചാൽ 7, അംഗം എന്ന് വെച്ചാൽ അവയവങ്ങൾ അല്ലെ, 7 ഓർഗൻസ് അല്ലെങ്കിൽ 7 ലിംബുകൾ, 7 ഭാഗങ്ങൾ, 7 എന്താ പറയുക, 7 ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പില്ലാറുകൾ, തൂണുകൾ, അങ്ങനെ 7 അംഗങ്ങളുള്ള സപ്താംഗ രാജ്യ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏത് ഡൈനാസ്റ്റിയുടെ ഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മൗര്യന്മാരുടെ ഭരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാണത് മുന്നോട്ട് വെച്ചത്? ഓഫ് കോഴ്സ് അർത്ഥശാസ്ത്രത്തിൽ ഇത് ആരായിരിക്കും മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുക? ചാണക്യനാണത് മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുക. ആ 7 അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തേത് സ്വാമിയാണ്. സ്വാമി എന്ന് വെച്ചാൽ എന്താണ്? രാജാവാണ് അല്ലെ. രണ്ടാമത്തേത് അമാത്യനാണ്. അമാത്യൻ എന്ന് വെച്ചാൽ എന്താണ്? മിനിസ്റ്റർ ആണ്, മന്ത്രിയാണ്, ഒഫീഷ്യലിനാണ് പറയുന്നത്. മൂന്നാമത്തേത് കോശ. കോശ എന്ന് വെച്ചാൽ കാശാണ്, ട്രഷറി അല്ലെ, ട്രഷറി അല്ലെങ്കിൽ ടാക്സ്. കോശ കാശ് എന്ന് ഓർത്താൽ മതി, ട്രഷറി അല്ലെങ്കിൽ ടാക്സ് ആണ്. അത് അങ്ങനെ ചോദിക്കുക കേട്ടോ. സ്വാമി ആരാണ്? അമാത്യ ആരാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഫീസേഴ്സ് ഡ്യൂറി, അല്ലെങ്കിൽ ഈ അമാത്യ എന്നുള്ള പേര് തരും. എന്നിട്ട് ഇവരെന്തായിരുന്നു, മൗര്യന്മാരുടെ കാലഘട്ടത്തിൽ ആരായിരുന്നു? വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോൺ ആസ് അമാത്യാസ് ഡ്യൂറിംഗ് ദ മൗര്യൻ ടൈംസ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോൺ ആസ് ജുഡീഷ്യറി ഡ്യൂറിംഗ് ദ മൗര്യൻ ടൈംസ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പോൾ അത് പഠിക്കണം. സ്വാമി എന്ന് വെച്ചാൽ രാജാവ്, അമാത്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രി, കോശ എന്ന് വെച്ചാൽ കാശ്, ദണ്ഡ എന്ന് വെച്ചാൽ ജുഡീഷ്യറി, ദണ്ഡനം കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറയില്ല, നല്ല ദണ്ഡനം കൊടുക്കുക നമ്മൾ പറയില്ല, ശിക്ഷ എന്നുള്ള അർത്ഥത്തിൽ ആലോചിച്ചാൽ മതി. ജുഡീഷ്യറി. ദുർഗ, ദുർഗ എന്ന് വെച്ചാൽ എന്താ? പ്രൊട്ടക്ടർ ആണ് അല്ലെ, ഫോർട്ട്, കോട്ട അല്ലെങ്കിൽ ആർമി. മിത്ര, കൂട്ടുകാര്, അലൈസ്, സൗഹൃദ രാജ്യങ്ങൾ ചുറ്റും വേണം. ജനപദ, ടെറിട്ടറി, ജനങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം, ജനപദ ടെറിട്ടറിയും വേണം എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പൊ ഈ 7 ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്, അതിനെ ചാണക്യൻ സപ്താംഗ രാജ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്നത്. അത് മൗര്യന്മാരുടെ ഭരണത്തിന്റെ ഭാഗമായിരുന്നു. ആ കോൺസെപ്റ്റ് രൂപീകരിച്ച ചാണക്യനാണ്. അതിലുണ്ടായിരുന്ന 7 അംഗങ്ങൾ ഞാൻ പറഞ്ഞു, ചോദിക്കാറുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തു വയ്ക്കുക. അപ്പോൾ അധ്യക്ഷാസ് എന്ന് പറയുന്ന സൂപ്രണ്ടുകളെ പറ്റി സംസാരിച്ചത് മെഗസ്തനീസ് ആണ്. ഇന്ത്യക്കയിലാണ് മെഗസ്തനീസ് അങ്ങനെ സംസാരിച്ചത്. പിന്നെ സപ്താംഗ രാജ്യ കോൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ വേഗം ഓടിച്ചു പറയാം. സ്വാമി എന്ന് വെച്ചാൽ രാജാവ്, അമാത്യ എന്ന് വെച്ചാൽ മന്ത്രി. ഇത് രണ്ടേ പഠിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ കണക്ട് ചെയ്ത് വെക്കാം. കോശ കാശ്, ട്രഷറി അല്ലെങ്കിൽ ടാക്സ്. ദണ്ഡനം, ശിക്ഷ, ജുഡീഷ്യറി, കോടതിയിലെ ശിക്ഷ കൊടുക്കുക. ദുർഗ, പ്രൊട്ടക്ട് ചെയ്യാണ്, ഫോർട്ട് അല്ലെങ്കിൽ ആർമി. മിത്ര, കൂട്ടുകാര്, സൗഹൃദ നേഷൻസ് വേണം. ജനപദങ്ങൾ, ടെറിട്ടറിയും ഇന്ത്യയും വേണം. അപ്പോൾ 7 ചേരുമ്പോഴാണ് ഒരു രാജ്യം കംപ്ലീറ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു രാജ്യം കൃത്യമായി ഭരിക്കാൻ കഴിയുന്നത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ എന്ന് പറയുന്നത്. കേട്ടല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് ഈസ് റിട്ടൺ ബൈ മെഗസ്തനീസ്? ഓൾറെഡി നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. അത് മാളവികാഗ്നിമിത്രമോ, ഹർഷചരിതമോ, യജ്ഞാവൽക്യ സ്മൃതിയോ? ഞാൻ കേട്ടിട്ടില്ല 4ാമത്തെ ബുക്ക്. അത് ആരാണ്? ഈ പറയുന്ന മെഗസ്തനീസ് എഴുതിയിട്ടുള്ള ഇന്ത്യക്കാണ്. പക്ഷെ ബാക്കിയുള്ളതിന് എനിക്ക് അങ്ങനെ വഴിയിൽ വിട്ടു പോകാൻ കഴിയില്ല, നമ്മൾ നോക്കേണ്ടതുണ്ട്. ഈ മാളവികാഗ്നിമിത്രം എന്ന് പറയുന്നത് കാളിദാസൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. നമ്മൾ ഓൾറെഡി രഘുവംശവും ഋതുസംഹാരിയൊക്കെ പറഞ്ഞു. അതേ കാളിദാസൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്, മാളവികാഗ്നിമിത്രം എന്ന് പറയുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്യമിത്ര ശുങ്കന്റെ മോനായിട്ടുള്ള അഗ്നിമിത്രവും വേറൊരു കുട്ടിയായിട്ടുള്ള മാളവികയും തമ്മിലുള്ള പ്രണയ കഥയാണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന മാളവികാഗ്നിമിത്രം എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി, എഴുതിയത് ആരാണ്? കാളിദാസനാണ്. ഹർഷചരിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഹർഷചരിത എന്ന് പറയുന്നത് ഇന്ത്യയിലെ രാജാക്കന്മാരുടെ എഴുതപ്പെട്ട ആദ്യത്തെ ലക്ഷണമൊത്ത ബയോഗ്രഫി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുസ്തകമാണ്. അതുവരെ എന്ത് ചെയ്തിട്ടില്ല, രാജാക്കന്മാർക്ക് ഈ ബയോഗ്രഫി എഴുതുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. കല്ലിലും മരത്തിലൊക്കെ കുത്തിവെക്കുക എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത്തരത്തിൽ ഒഫീഷ്യലി ഒരു ബയോഗ്രഫി ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു രാജാവിന്റെ, ഇന്ത്യൻ രാജാവിന്റെ ആദ്യത്തെ ഒഫീഷ്യൽ ബയോഗ്രഫി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്, ഹർഷചരിതം എന്ന് പറയുന്നത്. ആൻഡ് അത് എഴുതിയ വ്യക്തിയുടെ പേരാണ് ബാണഭട്ട എന്ന് പറയുന്നത്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ബാണഭട്ടൻ എഴുതിയിട്ടുള്ളതാണ് ഇതെന്ന് പറയുന്നത്. ഹർഷചരിത എന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്തുവയ്ക്കുക. ഇത് ഞാൻ കേട്ടിട്ടില്ല, നിങ്ങൾക്ക് ആർക്കും അറിയുമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യുക, പറഞ്ഞു തരിക. അപ്പോൾ മെഗസ്തനീസ് എഴുതിയ ബുക്ക് ഇന്ത്യക്ക, മാളവികാഗ്നിമിത്രം കാളിദാസൻ എഴുതി. കാളിദാസിന്റെ 3 ബുക്കായിട്ട് അപ്പോൾ നമ്മൾ പറയണു. ഹർഷചരിത ബാണഭട്ട എഴുതിയതാണ്, ബയോഗ്രഫി ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തുവയ്ക്കുക. മൗര്യന്മാരെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞിട്ടില്ല. നമ്മൾ അശോകനെ പറ്റി സംസാരിച്ചു പോലും തുടങ്ങിയിട്ടില്ല. അദ്ദേഹമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ചക്രവർത്തിമാരിൽ ഒരാൾ തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ചക്രവർത്തിയാണെന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് പറയാൻ പറ്റുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, അശോകൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ ചോദ്യത്തിൽ പറയുന്നത്? അശോക ആർഗ്യൂബിളി ദ മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് ദ ഏർലി ഇന്ത്യ കോൺക്വേർഡ് കലിംഗ. അശോകൻ കലിംഗ കീഴടക്കിയത് എല്ലാവർക്കും അറിയുന്ന കഥയാണ്. അതിൽ മനസ്താപം വന്നിട്ടാണ് മൂപ്പരുമായിട്ട് എന്ത് ചെയ്യുന്നത്, ബുദ്ധമതം സ്വീകരിക്കുന്നത്. ഹി വാസ് ദ ഗ്രാൻഡ് സൺ ഓഫ്, ആരുടെ പേരക്കുട്ടിയായിരുന്നു? നല്ല ചോദ്യമാണ്. അച്ഛന്റെ പേരല്ല ചോദിച്ചേക്കുന്നത്. ഇവരുടെ ഒരു ഓർഡർ എന്ന് പറയുന്നത്, ഈ ചാണക്യന്റെ സഹായത്തോടു കൂടെ ആദ്യം ആര് അധികാരത്തിൽ കയറും? ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരത്തിൽ കയറും അല്ലെ. പിന്നീട് വരുന്ന ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്, ബിന്ദുസാരൻ എന്ന് പറയുന്നത്. ഈ ബിന്ദുസാറിന്റെ മകനായിരുന്നു ആരെന്ന് പറയുന്നത്, അശോകൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ PSC ചോദിക്കുന്ന പോലെ അശോകന്റെ അപ്പൂപ്പൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അശോകന്റെ അപ്പൂപ്പന്റെ പേര്
മറ്റാരുമല്ല. ആ പേരെന്താണ്? ചന്ദ്രഗുപ്ത മൗര്യൻ എന്നാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരക്കുട്ടിയാണ് ആരെന്ന് പറയുന്നത്? അശോകൻ എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ അമ്മ ആരാന്നൊക്കെ അച്ഛൻ ആരാന്നൊക്കെ ചോദിക്കാം. അച്ഛന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ബിന്ദുസാര എന്നും എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അച്ഛന്റെ പേരെന്താണ്? ബിന്ദുസാര എന്നും അതുപോലെ തന്നെ മുത്തച്ഛന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ചന്ദ്രഗുപ്ത മൗര്യന്റെ എന്നും ഓർത്ത് വയ്ക്കുക. ഈ ചന്ദ്രഗുപ്ത മൗര്യനാണ് എന്ത് ചെയ്യുന്നത്? മൗര്യ ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ അല്ലേ? ചാണക്യന്റെ സഹായത്തോടു കൂടെ മൗര്യ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ എന്നും എന്ത് ചെയ്യുക? അറിഞ്ഞ് വെക്കുക. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ഇതാണ്. ദ ഏർലിയസ്റ്റ് ഡെസിഫൈഡ് എപ്പിഗ്രഫി ഓഫ് അശോകാസ് ഇൻസ്ക്രിപ്ഷൻ ഇൻ ഇന്ത്യ വാസ് റിട്ടൺ ഇൻ വിച്ച് സ്ക്രിപ്റ്റ്? അതായത് അശോകന്റെ ഈ സ്ക്രിപ്റ്റുകളൊക്കെ അല്ലെങ്കിൽ അശോകൻ ഈ കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ അശോകൻ ഈ കല്ലിലൊക്കെ കൊത്തിവെച്ചു എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ചെയ്ത ആദ്യത്തെ രാജാവായിരുന്നു ആരെന്ന് പറയുന്നത്? അശോകൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്. ഹു വാസ് ദ ഫസ്റ്റ് കിങ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഹു ഹാഡ് ലെഫ്റ്റ് ഹിസ് റെക്കോർഡ്സ് എൻഗ്രേവ്ഡ് ഓൺ സ്റ്റോൺസ്? കല്ലിൽ കൊത്തിവെക്കുന്ന പരിപാടി, തൻ്റെ കാര്യങ്ങൾ, തനിക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ, തനിക്ക് ജനങ്ങളെ അറിയിക്കാനുള്ള കാര്യങ്ങൾ കല്ലിൽ കൊത്തിവെക്കുന്ന ഒരു പരിപാടി തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ രാജാവ് അല്ലെങ്കിൽ ഇന്ത്യൻ ചക്രവർത്തിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന അശോകൻ എന്ന് പറയുന്നത്. അങ്ങനെ അശോകൻ കൊത്തിവെച്ചതിൽ നമ്മൾ ആദ്യമായി ഡെസിഫർ ചെയ്ത് എടുത്തതിൽ ഏറ്റവും ആദ്യകാലത്തുണ്ടായിരുന്ന സ്ക്രിപ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അശോകൻ ഇങ്ങനെ ഇത്തരത്തിൽ കല്ലിലും ഇതിലൊക്കെ കൊത്തിവെക്കുന്ന സമയത്ത് സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷകളിലായിരിക്കണം എന്ത് ചെയ്തിട്ടുണ്ടാവുക? അത് കൊത്തിവെച്ചിട്ടുണ്ടാവുക. അതിനായിട്ട് അശോകൻ ഉപയോഗിച്ച ഭാഷകൾ പലതാണ്. ബ്രഹ്മി സ്ക്രിപ്റ്റിൽ അശോകൻ കൊത്തിവെച്ചിട്ടുണ്ട്. പ്രാകൃത ഭാഷയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അശോകൻ കൊത്തിവെച്ചിട്ടുണ്ട്. നോർത്ത് വെസ്റ്റേൺ പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിൽ പേർഷ്യൻ ഇൻഫ്ലുവൻസ് ഉള്ള ഖരോഷ്ടി എന്ന് പറയുന്ന സ്ക്രിപ്റ്റും എന്ത് ചെയ്തിട്ടുണ്ട്? അശോകൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഇന്ത്യയിൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മി സ്ക്രിപ്റ്റിലാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഈ അശോകൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി ഡെസിഫർ ചെയ്തെടുക്കുന്നത് ഏർലിയസ്റ്റ് ഡെസിഫേർഡ് എപ്പിഗ്രഫി ഓഫ് അശോകാസ് ഇൻസ്ക്രിപ്ഷൻ ഇൻ ഇന്ത്യ വാസ് റിട്ടൺ ഇൻ വിച്ച് സ്ക്രിപ്റ്റ്? ആദ്യമായി നമ്മൾ എടുക്കുന്ന ഏതാണ്? ബ്രഹ്മി സ്ക്രിപ്റ്റിലുള്ളതാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഡെസിഫർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഈ 3 ഭാഷകൾ മാത്രമല്ല, വേറെ ഗ്രീക്കിലും അരാമിക്കിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അശോകൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഏതാണ്? ഈ പറയുന്ന പോലെ ബ്രഹ്മിയിലാണ് എന്ന് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഇത്തരത്തിൽ മൊത്തം എത്ര റോക്ക് എഡിക്റ്റുകളാണ് അശോകൻ റേസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 33 എഡിക്റ്റുകളാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അശോകൻ എഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ 33 എണ്ണമാണ് എന്ത് ചെയ്തിരിക്കുന്നത്. അതിൽ പിന്നൊരു ചോദ്യം വരാറുള്ളതാണ്. ഇതിൽ ഏതിലാണ് കലിംഗ വാറിനെ പറ്റി? നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കലിംഗ എന്ന് പറയുന്ന സ്ഥലം അശോകൻ പിടിച്ചെടുക്കുന്നുണ്ട്. 261 BC-യിലാണ് ഈ കലിംഗ യുദ്ധം നടക്കുന്നത്. അതിൽ അശോകൻ കലിംഗ പിടിച്ചെടുക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം കൊത്തിവെച്ചിരിക്കുന്നത് എത്രാമത്തെ റോക്ക് എഡിക്റ്റിലാണെന്ന് ചോദിക്കാറുണ്ട്. 13ാമത്തെ റോക്ക് എഡിക്റ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന പോലെ കലിംഗ വാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? അശോകൻ കൊത്തിവെച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. ഞാനത് ഓർക്കാനായിട്ട് പറയാറുണ്ട്. കലിംഗ വാർ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണ ഒരു യുദ്ധമാണെന്നാണ് പറയാറുള്ളത്. പൊതുവെ 13 ഭയങ്കര ഭാഗ്യം കെട്ട നമ്പറാണെന്ന് പറയാറുണ്ട്. സോ ഞാൻ വിശ്വസിക്കുന്നതല്ല, ഞാനത് പറയുന്നുള്ളതേ ഉള്ളൂ. സോ 13ലാണ് എന്ത് ചെയ്തത്? കലിംഗ യുദ്ധത്തിന്റെ കാര്യങ്ങൾ. യുദ്ധം എപ്പോഴും എന്താ പറയുക, പ്രശ്നം തന്നെയാണ് അല്ലേ? കലിംഗ വാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളതെന്നും എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പോൾ അശോകനാണ് ആദ്യമായിട്ട് കല്ലുകളിൽ കൊത്തിവെക്കുന്ന ഒരു പരിപാടി തുടങ്ങിയത്. ബ്രഹ്മി ഭാഷയിലും പ്രാകൃത ഭാഷയിലും ഖരോഷ്ടിയിലും ഗ്രീക്കിലും അറാമിക്കിലും ഒക്കെ അശോകൻ കൊത്തിവെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള 33 എഡിക്റ്റുകൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട്, ഇന്നത്തെ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിലെ കലിംഗ വാർ 261 BC-യിൽ നടന്ന, വർഷം പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്, 261 BC-യിൽ നടന്ന കലിംഗ വാർ കൊത്തിവെച്ചിട്ടുള്ളത് 13ാമത്തെ റോക്ക് എഡിക്റ്റിലാണ് എന്നും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അത് തന്നെയാണ് അടുത്ത ചോദ്യം. വിച്ച് അശോകൻ റോക്ക് എഡിക്റ്റ് മെൻഷൻസ് അശോകാസ് ട്രയംഫ് ഇൻ കലിംഗ? കലിംഗയിലെ അശോകന്റെ വിജയം അശോകൻ ഏതിലാണ് കൊത്തിവെച്ചിരിക്കുന്നത്? തന്റെ 13ാമത്തെ റോക്ക് എഡിക്റ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അശോകൻ അത് കൊത്തിവെച്ചിരിക്കുന്നത് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. എന്നാ പഠിച്ചോ അടുത്ത ചോദ്യം. ഇതും അശോകനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഡാഷ് വാസ് ദ ബുദ്ധിസ്റ്റ് മോണുമെന്റ് ബിൽറ്റ് ബൈ എംപറർ അശോക ഇൻ മധ്യപ്രദേശ് ടു ഓണർ ലോർഡ് ബുദ്ധ? ബുദ്ധനോടുള്ള ബഹുമാനാർത്ഥം മധ്യപ്രദേശിൽ അശോകൻ പണി കഴിപ്പിച്ച ബുദ്ധിസ്റ്റ് മോണുമെന്റ് ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. തൊട്ടുമുമ്പത്തെ ചോദ്യങ്ങളിൽ നമ്മൾ പറഞ്ഞു, കലിംഗ വാർ 261 BC-യിൽ കഴിഞ്ഞതോടുകൂടെ അശോകന് മനംമാറ്റം വന്നു. പിന്നീടുള്ള ശിഷ്ടകാലം അശോകൻ തന്റെ ജീവിതം ജീവിച്ചത് ബുദ്ധമതം എത്രത്തോളം സ്പ്രെഡ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാനും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലുമാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന അശോകൻ മുഴുകുന്നത്. അതിനുവേണ്ടി തന്റെ മകനെയും മകളെയും ശ്രീലങ്കയിലേക്ക് അയക്കുക എന്നുള്ള പരിപാടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അശോകൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മധ്യപ്രദേശിൽ അശോകൻ പണി കഴിപ്പിച്ച മോണുമെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിൽ അശോകൻ പണി കഴിപ്പിച്ച മോണുമെന്റ് ആണ് ഇതെന്ന് പറയുന്നത് സാഞ്ചി സ്തൂപം എന്ന് പറയുന്നത്. അതേസമയം ദാമേക് സ്തൂപമാണ് ചോദിക്കുന്നെങ്കിൽ ഈ ദാമേക് സ്തൂപ ഉള്ളത് എവിടെയാണ്? UP-യിലാണ് എന്ത് ചെയ്യുന്നത്? ദാമേക് സ്തൂപ ഉള്ളത്. ഭാവികൊണ്ട സ്തൂപ, മഹാബോധി സ്തൂപ, ഇത് രണ്ടും അശോകൻ തന്നെ പണി കഴിപ്പിച്ചതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ ഭാവികൊണ്ട സ്തൂപ വരുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലും മഹാബോധി സ്തൂപ വരുന്നത് ബീഹാറിലും കൂടിയാണെന്നും കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട്.
അപ്പോൾ അശോകനാണ് മധ്യപ്രദേശിൽ സാഞ്ചി സ്തൂപം പണികഴിപ്പിക്കുന്നതും യു.പിയിൽ ദാമേക് സ്തൂപ പണികഴിപ്പിക്കുന്നതും അതുപോലെ ഭാവികൊണ്ട സ്തൂപ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലും മഹാബോധി സ്തൂപ എന്ന് പറയുന്നത് ബീഹാറിലും കൂടിയാണെന്നും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചു അടുത്ത ചോദ്യം. ഹൂ റോട്ട് ദ ഗ്രേറ്റ് ലിറ്റററി വർക്ക് മൃച്ഛകാതിക? മൃച്ഛകാതിക എന്ന് പറയുന്ന പുസ്തകം ആരെഴുതിയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മൃച്ഛകാതിക എന്ന് പറയുന്ന ഒരു സാൻസ്ക്രിറ്റ് ഡ്രാമയാണ്. നമ്മൾ മുദ്രാരാക്ഷസിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു സാൻസ്ക്രിറ്റ് ഡ്രാമയാണ്. അത് എഴുതിയിട്ടുള്ള ആളുടെ പേര് ശൂദ്രക എന്നാണ്. ഇതൊരു രാജാവാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ചരിത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ പലയിടത്തും നമുക്ക് ശൂദ്രക എന്ന് പറയുന്ന രാജാവിനെ പറ്റി എന്ത് ചെയ്തിട്ടില്ല, ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. സോ ഒരു കൈൻഡ് ഓഫ് ഒരു മിസ്റ്ററി സാധനമാണ്. എന്തായാലും ആ പുസ്തകം എഴുതിയിട്ടുള്ള ആളുടെ പേര് മൃച്ഛകാതിക എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ള ആൾ ആരാണ്? ശൂദ്രകനാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. കാളിദാസിനെ പറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഹർഷവർദ്ധന്റെ കഥയും നമ്മൾ പറഞ്ഞതാണ്. ബാണാസ് ഹർഷചരിത വാസ് ദ ഫസ്റ്റ് ഫോമൽ ബയോഗ്രഫി ഓഫ് എ കിങ്. ഇറ്റ് ഇനോഗ്രേറ്റഡ് എ ന്യൂ ലിറ്റററി ജോണർ ഇൻ ഇന്ത്യ. ഓൾറെഡി നമ്മൾ സംസാരിച്ചാണ്. ഇന്ത്യയിൽ ഒരു രാജാവിന്റെ ആദ്യമായി എഴുതപ്പെടുന്ന ഒഫീഷ്യൽ ബയോഗ്രഫിയാണ് ഹർഷവർദ്ധനന്റെ ഹർഷചരിത എന്ന് പറയുന്നത്. എഴുതിയ ആളുടെ പേര് ബാണഭട്ടയാണെന്നും ഇന്ത്യക്കുണ്ടായി നമ്മൾ പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഹർഷവർദ്ധനൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ അവസാനത്തെ ഗ്രേറ്റ് ഹിന്ദു എംപറർ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയും എന്ത് ചെയ്യുമായിരുന്നു, പുസ്തകങ്ങൾ എഴുതുമായിരുന്നു. അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ഈ അടുത്തൊക്കെ പല പരീക്ഷകളിലും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു പുസ്തകത്തിന്റെ പേര് പ്രിയദർശിക എന്നാണ്. പ്രിയദർശിക ഹർഷവർദ്ധനൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. കഴിഞ്ഞില്ല. രത്നാവലി ആരെഴുതിയിട്ടുള്ളതാണ്? ഹർഷവർദ്ധനൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. കഴിഞ്ഞില്ല. ഒരെണ്ണം കൂടെ. നാഗാനന്ദ. ഈ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വെള്ളിടി വെട്ടുന്നത് എനിക്കറിയാം. 1 പഠിക്കാം, 2 പഠിക്കാം, 3 ആവുമ്പോൾ ഒരിച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ചോദിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യമുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഹർഷവർദ്ധനൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന പ്രിയദർശികയും രത്നാവലിയും നാഗാനന്ദനെന്നും ഓർത്തു വയ്ക്കുക. ഈ ഹർഷവർദ്ധനനെ പറ്റി അദ്ദേഹത്തിന്റെ കൊട്ടാരം കവിയായിരുന്ന ബാണഭട്ടൻ എഴുതിയിട്ടുള്ളതാണ് ഹർഷചരിത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബയോഗ്രഫി എന്നും കൂടി എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. നമ്മുടെ ചോദ്യം മറക്കാതിരിക്കുക. വൃശ്ചകാതിക എന്ന് പറയുന്ന സാൻസ്ക്രിറ്റ് ഡ്രാമ എഴുതിയത് ആരാണ്? ശൂദ്രകനാണെന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതും കിട്ടിയില്ലേ? സെറ്റല്ലേ? അടുത്ത ടോപ്പിക്കിലോട്ട് പോട്ടെ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഗുപ്തന്മാരാണ്. ഗുപ്തന്മാരെ പറ്റിയാണ് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് സംസാരിക്കാനുള്ളത്. വിച്ച് സബ്ജക്ട് ഈസ് ഡെൽറ്റ് വിത്ത് ഇൻ സുശ്രുത സംഹിത? സുശ്രുതനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? മെഡിസിനുമായി ബന്ധപ്പെട്ട മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സുശ്രുത സംഹിത എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് റിലീജിയൻ ആൻഡ് മിത്തോളജിയെ പറ്റിയോ ആസ്ട്രോളജിയെ പറ്റിയോ മാത്തമാറ്റിക്സിനെ പറ്റിയോ ആയിരിക്കില്ല. മെഡിസിനെ പറ്റിയും സർജറിയെ പറ്റിയും ആയിരിക്കും അല്ലെ? സർജറിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന സുശ്രുതൻ എന്ന് പറയുന്നത്. സോ മെഡിസിനെ പറ്റിയും സർജറിയെ പറ്റിയും എഴുതിയിട്ടുള്ള സുശ്രുതന്റെ പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് സുശ്രുത സംഹിത എന്ന് പറയുന്നതും എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇതേ പിടിച്ചു അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് വൺ ഓഫ് ദ 9 ജെംസ് ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ്? ചന്ദ്രഗുപ്ത രണ്ടാമൻ അല്ലെങ്കിൽ വിക്രമാദിത്യൻ എന്ന് അറിയപ്പെടുന്ന രണ്ടും എന്ത് തന്നെയാണ്, ഒരാൾ തന്നെയാണ്. അതറിയാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം നോട്ട് ചെയ്യുക. ചന്ദ്രഗുപ്ത രണ്ടാമനായാലും വിക്രമാദിത്യനായാലും. നമ്മൾ ഈ വിക്രമാദിത്യനും വേതാളം എന്നൊക്കെ പറയുന്ന നാടോടി കഥകൾ അല്ലെങ്കിൽ ആ ഫോക്സ് ലോറിലെ നായകനാണ് ആരെന്ന് പറയുന്നത് ഈ ചന്ദ്രഗുപ്ത രണ്ടാമൻ അല്ലെങ്കിൽ വിക്രമാദിത്യൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, നവരത്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് മുഗൾ കൊട്ടാരത്തിൽ അക്ബറിനും നവരത്നങ്ങൾ ഉണ്ടായിരുന്നു, 9 ജെംസ് ഉണ്ടായിരുന്നു. ഇതിൽ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ ഇതിൽ ഉണ്ടായിരുന്ന നവരത്നം ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. അത് വിശാഖദത്തയാണോ, ബ്രഹ്മഗുപ്തയാണോ, മുഗല്ലെണ്ണയാണോ, വരാഹമിഹിരയാണോ എന്ന് ചോദിച്ചേക്കുന്നത്. ദ കറക്റ്റ് ആൻസർ ഈസ് വരാഹമിഹിര. ഈ ചോദ്യം ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് തിരിച്ചാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വൺ ഓഫ് ദ 9 ജെംസ് ഓഫ് ചന്ദ്രഗുപ്ത എന്നാണ് ചോദിക്കാറുള്ളത്. എന്നിട്ട് അതിലൊരു സ്ഥിരം വരുന്ന കുറച്ച് പേരുകളുണ്ട്. ഒരാൾ കള്ളനായിരിക്കും, അയാളെ നമ്മൾ പൊക്കുക എന്നുള്ളതാണ്. എന്തായാലും വരാഹമിഹിര എന്ന് പറയുന്ന ആസ്ട്രോണമർ അല്ലെ, ആസ്ട്രോണമിയിലൊക്കെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിരുന്ന, മാത്തമാറ്റിക്സിലൊക്കെ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന വരാഹമിഹിരയുടെ കൊട്ടാരത്തിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. ചന്ദ്രഗുപ്ത രണ്ടാമന്റെ കൊട്ടാരത്തിലെ ആളുകളിൽ ഒരാളായിരുന്നു. പിന്നെ ആരൊക്കെയാണ് നവരത്നങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചെണ്ണം ഞാൻ പറഞ്ഞുതരാം. കാളിദാസൻ ഈ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. അമരസിംഹൻ ഈ പറയുന്ന പോലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. ആരെന്ന് പറയുന്നത് അമരസിംഹൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ധന്വന്തരി, ആയുർവേദത്തിന്റെ പിതാവ്. ഇപ്പോൾ നമ്മൾ മറ്റേ ധന്വന്തരി കുഴമ്പ് എന്നൊക്കെ പറയൂലേ, അത് തന്നെ ആള്. ധന്വന്തരി എന്ന് പറയുന്ന ആയുർവേദത്തിന്റെ പിതാവായിട്ടുള്ള വ്യക്തി ഈ പറയുന്ന നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. പിന്നെ പറയിപെറ്റ പന്തിരകുലം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നാറാണത്ത് ഭ്രാന്തന്റെ അച്ഛനായിട്ട് നമ്മൾ കണക്കാക്കുന്ന വരരുചിയും എന്തായിരുന്നു, ഈ പറയുന്ന നവരത്നങ്ങളിൽ ഒരാളായിരുന്നു. 5 പേരെ ഞാൻ പറഞ്ഞു, ബാക്കി 4 പേരിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല. വരാഹമിഹിരൻ, കാളിദാസൻ, അമരസിംഹ, ധന്വന്തരി, വരരുചി. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, അതും ചോദ്യമായിട്ട് കാണാറുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തിയാണ് ആര്യഭട്ട എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ. നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിന് നമ്മൾ പേര് കൊടുത്തത് ഈ പറയുന്ന വ്യക്തിയോടുള്ള ബഹുമാനാർത്ഥമാണ്. പക്ഷെ സർപ്രൈസിംഗ്ലി ആര്യഭട്ട ഈ പറയുന്ന 9 ജെംസിൽ ഒരാളായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് വൺ ഓഫ് ദ 9 ജെംസ് ഓഫ് ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ പല വട്ടം ചോദിച്ചപ്പോഴും ആൻസർ ആയിട്ട് നമ്മൾ പിക്ക് ചെയ്യേണ്ടത് ആരെയായിരുന്നു, ഈ പറയുന്ന ആര്യഭട്ടനെയായിരുന്നു. ആര്യഭട്ടൻ 9 ജെംസിൽ ഇല്ല എന്നും ഈ പറയുന്ന 5 പേര് അതിനകത്ത് ഉണ്ട് എന്നും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കുക. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ബാക്കി
4 പേരുകളൂടെ തപ്പിയെടുത്തോളൂ. പക്ഷെ പൊതുവെ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാറുള്ളത്, ഈ ഒരു പേരുകളാണ് എന്ത് ചെയ്യാറുള്ളത്, ചോദ്യത്തിൽ ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ കാണാറുള്ളത്. സെറ്റല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. വിക്രം സംവാത്ത് കലണ്ടർ ഈസ് ഡാഷ് ഇയേഴ്സ് അഹെഡ് ഓഫ് ദ ഗ്രിഗോറിയൻ കലണ്ടർ. ഈ വിക്രം സംവാത്ത് കലണ്ടർ NCERTയിൽ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. പല അഭ്യൂഹങ്ങളും ഉറപ്പിച്ചിട്ട് നമുക്കൊന്നും അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കലണ്ടർ അല്ല ഇതെന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ ചന്ദ്രഗുപ്ത രണ്ടാമൻ അല്ലെങ്കിൽ വിക്രമാദിത്യൻ തുടങ്ങി എന്ന് വിശ്വസിക്കപ്പെടുന്ന, അതിന് ഉറപ്പൊന്നുമില്ല കേട്ടോ, ഇപ്പോഴും നമുക്ക് പ്രൂഫൊന്നും കിട്ടിയിട്ടില്ല, എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കലണ്ടറാണ് ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന വിക്രം സംവാത്ത് കലണ്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കലണ്ടറിനെക്കാളും ഏകദേശം 57 വർഷം മുൻപിലാണെന്നാണ് പറയാറുള്ളത്. അപ്രോക്സിമേറ്റ്ലി 57 വർഷം എന്നാണ് കാണാറുള്ളത്. പക്ഷേ 56.7 തന്നിട്ടുണ്ട്. അതും എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് എടുക്കാം. ഇതിനെപ്പറ്റി പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. നമുക്കങ്ങനെ ചോദ്യമായിട്ട് വരാറുള്ളതുമല്ല. നമുക്ക് പൊതുവെ ശകേറയും കനിഷ്കനൊക്കെയാണ് നമ്മുടെ ചോദ്യമായിട്ട് വരിക. ഇത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. വിക്രം സംവാത്ത് വിക്രമാദിത്യനാണ് തുടങ്ങിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പക്ഷേ അതിലെ ടൈം ലൈനിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ട് അത് ഉറപ്പിക്കാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. എന്തായാലും NCERTയിൽ പറഞ്ഞൊരു പോയിന്റിനെ ബേസ് ചെയ്താണ് അവർ ചോദിച്ചേക്കുന്നത്. 57 വർഷം മുമ്പിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വിക്രം സംവാത്ത് എന്ന് പറയുന്ന കലണ്ടർ ഉള്ളതെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ശരിയല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. അണ്ടർ വിച്ച് ഡൈനാസ്റ്റി ദ റൂളേഴ്സ് റോട്ട് ദെയർ അച്ചീവ്മെന്റ് ഇൻ പ്രശസ്തി. നമ്മളിപ്പോൾ അശോകനെ പറ്റി റോക്കഡിക്സ് പറഞ്ഞു അല്ലേ, അതിനു മുമ്പ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. ഈ പ്രശസ്തി എന്ന് പറയുന്ന പരിപാടി ആരാ തുടങ്ങിയെന്നാണ് ചോദിക്കുന്നത്. എന്താണ് പ്രശസ്തി? SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോട്ടാണ്. പ്രശസ്തി ആർ ദ ലിറ്ററേച്ചർ ടെക്സ്റ്റ് പ്രിപ്പയർഡ് ബൈ ദ പോയറ്റ്സ് ഓഫ് ദ പാലസ് ടു ഗ്ലോറിഫൈ ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് സക്സസ് ഇൻ വാഴ്സ് ഓഫ് ദ റൂളേഴ്സ്. അല്ലോ, മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ലേ അല്ലേ? ഞാൻ പറഞ്ഞുതരാം, ഡോണ്ട് വരി. പ്രശസ്തി എന്ന് പറയുന്നത് കൊട്ടാരത്തിലെ കവികള് അവരുടെ രാജാവിന്റെ ഭരണത്തെ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനെ, ഭരണപരിഷ്കാരങ്ങളെ, യുദ്ധത്തിലെ വിജയങ്ങളെ എല്ലാം ഗ്ലോറിഫൈ ചെയ്ത് എഴുതുന്ന കല്ലിൽ കൊത്തിവെക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പ്രശസ്തി എന്ന് പറയുന്നത്. ദീസ് വെർ എൻഗ്രേവ്ഡ് ഓൺ റോക്സ് ഓർ പില്ലേഴ്സ്. തൂണുകളിലോ കല്ലുകളിലോ എന്ത് ചെയ്യും, നമ്മൾ കൊത്തിവെക്കും. നമ്മുടെ പുലിമുരുകനിലെ കേട്ടറിവിനേക്കാൾ വലുതാണ് അല്ലേ മറ്റേ എന്ന സത്യം എന്നൊക്കെ പറയുന്നത് പോലെ അന്നത്തെ കൊട്ടാരം കവികൾ രാജാവിനെ മണിയടിക്കാനായിട്ട് ചെയ്തു വെക്കുന്ന പരിപാടിയാണ് ഇതെന്ന് പറയുന്നത്, പ്രശസ്തി എന്ന് പറയുന്നത്. തമാശയ്ക്ക് പറഞ്ഞാണ്, അങ്ങനെയല്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററിയിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് എന്തിൽ നിന്നാണ് കിട്ടാറുള്ളത്, ഈ പ്രശസ്തിയിൽ നിന്നാണ് കിട്ടാറുള്ളത്. ഈ പരിപാടി തുടങ്ങിയത് ആരുടെ കാലഘട്ടത്തിലാണ്? ഗുപ്ത ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ്. കല്ലിൽ കൊത്തിവെക്കുന്ന പരിപാടി ആരാദ്യം തുടങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയുന്നത് ആരാണ്? അത് അശോകനാണ്. റോക്കഡിക്സ്, ഇൻസ്ക്രിപ്ഷന്റെ പരിപാടികൾ. ഇതല്ലാതെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ഗുപ്ത ഡൈനാസ്റ്റി വരുന്നത്. ഗുപ്ത ഡൈനാസ്റ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രശസ്തിയുടെ പരിപാടി തുടങ്ങുന്നത്. ഈ പ്രശസ്തിയെ പറ്റി പറയാനാണെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. സമുദ്രഗുപ്തൻ എന്ന് പറഞ്ഞൊരു ഗുപ്ത രാജാവുണ്ട്. സമുദ്രഗുപ്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ നെപ്പോളിയൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഗുപ്ത എന്താ പറയാ ഫാമിലിയിലെ അല്ലെങ്കിൽ ഗുപ്ത ഡൈനാസ്റ്റിയിലെ ഒരു ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്, സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത്. ഈ സമുദ്രഗുപ്തന്റെ ഒരു കൊട്ടാരം കവി ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം കൂടെ കണക്ട് ചെയ്യാം. ഞാൻ ആ പേരുകളൊന്ന് പറഞ്ഞുറപ്പിക്കട്ടെ. ഈ സമുദ്രഗുപ്തന്റെ കൊട്ടാരം കവിയുടെ പേരാണ് ഹരിസേനൻ എന്ന് പറയുന്നത്. ഈ ഹരിസേനൻ എഴുതിയിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, അലഹബാദ് പില്ലർ അല്ലെങ്കിൽ അലഹബാദ് ഇൻസ്ക്രിപ്ഷൻ നമ്മൾ പറയും. അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തി എന്നും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്നുണ്ട്. പ്രയാഗ പ്രശസ്തി അല്ലെങ്കിൽ അലഹബാദ് പില്ലർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹരിസേനൻ എഴുതിയിട്ടുള്ളതാണ്. സമുദ്രഗുപ്തനെ പറ്റിയിട്ടുള്ളതാണ്. എപ്പോഴും 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 ചോദിക്കാറുള്ളതാണ്, അലഹബാദ് പില്ലർ എഴുതിയ വ്യക്തി ആരാണ്? ഹരിസേനനാണ്. പ്രയാഗ് പ്രശസ്തി എഴുതിയ വ്യക്തി ആരാണ്? സോറി, ഹരിസേനനാണ്. രണ്ടും ഒന്നാണ്. അലഹബാദ് പില്ലർ അല്ലെങ്കിൽ പ്രയാഗ് പ്രശസ്തിയാണ്. ഇത് ആരുടെ കൊട്ടാരം കവിയായിരുന്ന ഹരിസേനനാണ് അലഹബാദ് പില്ലർ എഴുതിയത്? ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. സമുദ്രഗുപ്തന്റെ കൊട്ടാരം കവിയായിരുന്നു. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? സമുദ്രഗുപ്തനാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെ വിശേഷിപ്പിച്ച ചരിത്രകാരന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്, VA സ്മിത്ത് എന്ന് പറയുന്നത്. ഞാൻ ഇടയിൽ നിന്ന് വൈകിട്ട് പോയതാണ്. ഞാൻ ആ പില്ലറിലോട്ട് തിരിച്ചു വരാം. ബിക്കോസ് ഇറ്റ്സ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. അത്രയും വട്ടം ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഈ NTPCയിൽ ഞാൻ ആ ചോദ്യം കണ്ടില്ല, പക്ഷെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. സമുദ്രഗുപ്തന്റെ കൊട്ടാരം കവിയായിരുന്ന ഹരിസേനനാണ് അലഹബാദ് പില്ലർ അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തി എഴുതുന്നത്. ഇത് ഗുപ്ത ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ പ്രശസ്തി പരിപാടി തുടങ്ങിയതെന്നും എന്ത് ചെയ്യുക, ഓർത്തുവയ്ക്കുക. സമുദ്രഗുപ്തനും എങ്ങനെ കൂടെ അറിയപ്പെടുന്നുണ്ട്, ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് VA സ്മിത്ത് ആണെന്നും എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. സെറ്റല്ലേ? എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഭുക്തി, ഭോഗ, വിഷയ, വിധി ആൻഡ് മണ്ഡൽവേർ എന്നിങ്ങനെയുള്ളത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഇച്ചിരി ഇൻഡെപ്ത് ചോദ്യമാണ്. ഇത് ഗുപ്ത കാലഘട്ടത്തിൽ അവർ സ്ഥലങ്ങളെ തിരിച്ചിരുന്നാണ്. ഇപ്പൊ നമ്മൾ മറ്റേ ജില്ല, സംസ്ഥാനം, പഞ്ചായത്ത്, വില്ലേജ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ അന്നത്തെ കാലത്ത് തിരിച്ചിരുന്ന ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലെ പരിപാടിയാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഭുക്തി, ഭോഗ, വിഷയ, വിധി, മണ്ഡൽ എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം. ഹു അസെൻഡഡ് ദ ത്രോൺ ഗുപ്ത ത്രോൺ ആഫ്റ്റർ ചന്ദ്രഗുപ്ത 1? ചന്ദ്രഗുപ്ത 1 ശേഷം ആരാണ് അധികാരത്തിൽ കയറിയതെന്ന് ചോദിച്ചത്. ചന്ദ്രഗുപ്ത 1 ശേഷം പിന്നീട് അധികാരത്തിൽ വരുന്ന വ്യക്തിയാണ് സമുദ്രഗുപ്തൻ എന്ന് പറയുന്നത്. ആ സമുദ്രഗുപ്തനെയാണ് നമ്മളിപ്പോൾ ഇന്ത്യ നെപ്പോളിയൻ എന്ന് VA സ്മിത്ത് വിശേഷിപ്പിച്ചു എന്നൊക്കെ എന്ത് ചെയ്തത്, നമ്മൾ പറയുകയുണ്ടായത്. ഈ ശ്രീഗുപ്തനാണ് ഫൗണ്ടർ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത്. ഗുപ്ത ഡൈനാസ്റ്റിയുടെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഫൗണ്ടർ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റിയാണ് ആരെന്ന് പറയുന്നത്, ശ്രീഗുപ്ത എന്ന് പറയുന്നത്.
അതിൽ ഈ സമുദ്രഗുപ്തനാണ് എന്തെന്ന് പറയുന്നത് ചന്ദ്രഗുപ്തൻ 1 ശേഷം എന്ത് ചെയ്യുന്നത് അധികാരത്തിൽ കയറിയത്. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. ഹു ഈസ് നോൺ ആസ് ദ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ? ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഭരണാധികാരി സമുദ്രഗുപ്തയാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് വി.എ. സ്മിത്ത് എന്നും എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. പറഞ്ഞ പോയിന്റുകളായതുകൊണ്ടാട്ടോ ഇച്ചിരി സ്പീഡ് പോകുന്നത്. നെയിം ദ ഡോട്ടർ ഓഫ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് ഇൻ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി ചന്ദ്രഗുപ്ത ടു. ഈ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ പ്രധാനപ്പെട്ട മകൾ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മകളെ അന്ന് വകടക രാജകുമാരൻ എന്ത് ചെയ്യുന്നുണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവർ അവിടെയും ഭരണത്തിലൊക്കെ നല്ലോണം ഇൻവോൾവ് ആയിരുന്നു. ചന്ദ്രഗുപ്തന്റെ കൂടെയും ഭരണത്തിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രിൻസസ് ഇച്ചിരി പ്രത്യേകതയുള്ള ആളാണ്. അവരുടെ പേര് പ്രഭാവതി ഗുപ്ത എന്നാണ്. എന്താണ് ചന്ദ്രഗുപ്ത രണ്ടാമന്റെ മോളായിരുന്ന പ്രഭാവതി ഗുപ്തയെ ഒരു വകടക രാജാവിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വളരെ ശക്തമായ ഒരു ഭരണം കാഴ്ചവെച്ചിരുന്ന അല്ലെങ്കിൽ ഭരണത്തിലൊക്കെ ഇടപെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് പ്രഭാവതി ഗുപ്ത എന്നും എന്ത് ചെയ്യുക ഓർത്തുവെക്കുക. എന്നാ പിടിച്ചോ അടുത്ത ചോദ്യം. നളന്ദ യൂണിവേഴ്സിറ്റി ഈസ് വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ആസ് വൺ ഓഫ് ദ ആൻഷ്യൻ വേൾഡ്സ് ഗ്രേറ്റ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ബുദ്ധിസ്റ്റ് സെന്റർ ഓഫ് അക്കാഡമിക് എക്സലൻസ്. ലോകത്തിലെ ഏറ്റവും പഴയ യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് നളന്ദ യൂണിവേഴ്സിറ്റി. ബുദ്ധമതത്തിനെ പറ്റി പഠിക്കാനുള്ള ഏറ്റവും നല്ല കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. ഏത് ഭരണാധികാരിയാണ് സ്ഥാപിച്ചത്? സ്ഥിരം ചോദ്യമാണ്. ഈ നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച ആളുടെ പേര് കുമാരഗുപ്തൻ ഒന്നാമൻ എന്നാണ്. കുമാരഗുപ്തൻ ഒന്നാമനാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക. ഇതിപ്പോൾ എവിടെയാണുള്ളത്? ബീഹാറിലാണുള്ളത്. ഓൾറെഡി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ്. ബീഹാറിലാണ് എന്ത് ചെയ്യുന്നത് നളന്ദ യൂണിവേഴ്സിറ്റി ഉള്ളത്. അടുത്ത ചോദ്യം. ഇൻ വിച്ച് ലാംഗ്വേജ് ഡിഡ് ആര്യഭട്ട റൈറ്റ് ദ ബുക്ക് ടൈറ്റിൽ ആര്യഭട്ടീയ? ആര്യഭട്ടൻ എഴുതിയ പുസ്തകമാണ് ആര്യഭട്ടീയം എന്ന് പറയുന്നത്. മാത്തമാറ്റീഷ്യൻ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹത്തിന്റെ പേരാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. നവരത്നങ്ങളിൽ ഇല്ലാത്ത ആളാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം എഴുതിയ ആര്യഭട്ടീയം എന്ന് പറയുന്ന പുസ്തകം സംസ്കൃതത്തിൽ എഴുതിയാണ്. എൻ്റെ അറിവിൽ അന്ന് തെലുങ്കും തമിഴും ഹിന്ദിയും ഒന്നും ഉണ്ടായിട്ട് പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും തമിഴ് മേ ബി ഉണ്ടായിട്ടുണ്ടാവാം. എന്തായാലും തെലുങ്ക് ഹിന്ദി ഒന്നുമില്ല. സംസ്കൃത ഭാഷയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ആര്യഭട്ടൻ ആര്യഭട്ടീയം എഴുതിയത് എന്നും എന്ത് ചെയ്യുക മനസ്സിലാക്കുക. നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു ക്രോണോളജി ചോദിച്ചു തന്നെയാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ. എപ്പിഗ്രഫി കഴിഞ്ഞ് നമ്മൾ ഒരു ക്രോണോളജി ചോദ്യം ചോദിച്ചത്. അതുപോലെ ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഗീവ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ? ഈ താഴെ തന്നിട്ടുള്ളതിൽ ഇന്ത്യയുടെ കറക്റ്റ് ക്രോണോളജി ഏതാണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. മുഗളും ഡൽഹി സുൽത്താനേറ്റൊക്കെ എന്തായാലും മെഡീവൽ ഇന്ത്യയാണ് അല്ലേ. അതവിടെ നിൽക്കട്ടെ. ഗുപ്തനാണോ മൗര്യനാണോ ആദ്യം? മൗര്യനാണ് ആദ്യം. സോ നമ്മുടെ ആൻസറിൽ ആദ്യം വരേണ്ടത് ഏതാ? ക്യൂ ആണ് അല്ലേ. അപ്പൊ 3 അല്ല 4 അല്ല. ഇനി ബാക്കി നോക്കിയാൽ മതി. ക്യൂ കഴിഞ്ഞാൽ പി 2 തന്നിട്ടുണ്ട്. അപ്പൊ പി ശരിയായിട്ട് ഉത്തരാണ്. പി ആരാണ്? ഗുപ്ത കഴിഞ്ഞാൽ ക്യൂ മൗര്യ കഴിഞ്ഞാൽ ഗുപ്ത പി വരണം അല്ലെ. രണ്ടിലും സെയിം ആണ്. അപ്പൊ നോക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നോക്കിയാൽ മതി. ഗുപ്തനും മൗര്യനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മൗര്യനും ഗുപ്തനൊക്കെ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആരാ? മുഗളാണോ ഡൽഹി സുൽത്താനായിട്ടാണോ ആദ്യം വന്നേ? ഡൽഹി സുൽത്താനായിട്ടാണ് ആദ്യം വന്നേ. അപ്പൊ ക്യൂ പി കഴിഞ്ഞ് ആര് വരണം? എസ് വരണം. സോ നമ്മുടെ ആൻസർ ക്യൂ പി എസ് ആർ ആണെന്നും എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അല്ലെ. സിമ്പിൾ ഓർഡർ ആണ്. അതിൽ പറഞ്ഞ് ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നമുക്ക് കിട്ടും ഡൽഹി സുൽത്താനായിട്ട് ആദ്യം വരും, പിന്നെ മുഗൾ വരും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെഡീവൽ ഇന്ത്യ എന്ന് നമ്മൾ പറയുന്നത്. മെഡീവൽ ഇന്ത്യയുടെ ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇനിയും നമുക്കിതിൽ ഈ പറയുന്നത് പോലെ ബാക്കി ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ചോദ്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുക. ഗ്രൂപ്പുകൾ വഴിയോ കമൻറ്റുകൾ വഴിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കുക. തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ക്ലാസ് ഉപകാരമായിട്ടുണ്ടെങ്കിൽ അതും അറിയിക്കുക. ഇങ്ങനെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു വർഷത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ കൃത്യമായി ഇങ്ങനെ പെറുക്കിയെടുത്ത് ക്രോണോളജിയിൽ അടുക്കിപ്പെറുക്കി, ഇത് ഞാൻ അവസാനം പറയുന്നതും ഇത് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെയാണ്, ഇങ്ങനെ അടുക്കിപ്പെറുക്കി അതിൽ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്ത് അത് നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലാസ് ആക്കി റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അവസാനം എത്തിക്കാനുള്ള എഫേർട്ട് അത്ര ചെറുതല്ല. വലിയൊരു സമയം ഇതിന് പുറകിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു ടീം തന്നെ ഇതിന് പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ ഇത് എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നില്ല ദയവ് ചെയ്ത് അറിയിക്കുക. അത് നമുക്ക് തരുന്ന സന്തോഷവും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജവും ചെറുതായിരിക്കില്ല. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുപോലത്തെ കൂടുതൽ സെഷൻസ് വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കുക, നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.